അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗതിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമിലെ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ബദ്രിലു മേറിയവൻ നൂറേ ബർറൂദകും നബികൾ സീറേ ബർക്കത്ത് നിറഞ്ഞ ഷഫീഊനേ ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമിലെ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് താജുൽ അത്ഖിയാ നബിയേ തൗറാത്തും പുകഴ്ന്തേ നബിയേ തങ്കമാലൈ തേജിച്ചേ നിധിയേ ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമിലെ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് സാനിയില്ല കരുണാനിധിയാം സാബികായ റസൂൽ മദിയാം ഖാലിസ് ദീനിനും ഷാഹിദ് താം ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമിലെ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ജാതിയിൽ ഇൻസാൻ കാമിലേരേ ജദ്ദുകളും നബിയാണോരേ ജന്നാത്തുൽ ഫിർദൗസവരേ ജന്നാത്തുൽ ഫിർദൗസവരേ ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമിലെ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അധിക മനോഹര നൂറുല്ലാഹ്
അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദീദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് അവരെ മാനമീൽ കാട്ടല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ഖത്തീബ് ഉസ്താദ്, അതുപോലെ എൻ്റെ കൂട്ടുകാരനായ ഈ നാട്ടിലെ മുദരിസ് ജുനൈദ് ഉസ്താദ്, അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ, ഈ നാട്ടിലെ കാരണവന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ നാടിന്റെ വെളിച്ചമായ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രണ്ട് ശുഹദാക്കളുടെ ഉറൂസ് നടക്കുന്ന വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് പൂർണ്ണമായും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ ശുഹദാക്കളുടെ നസ്റും നദറും മദദൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ രണ്ട് ശുഹദാക്കളുടെ ഷഹീദൈനി മാലയാണ് ഞാനിവിടെ പാടിപ്പറയുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ സീറകളും കിസ്സകളൊക്കെ പാടിപ്പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ബദറും ഉഹദും അതുപോലെ ഖൈബറും ഹുനൈൻ പടയും ഒക്കെ എങ്ങനെ പാടി നമ്മുടെ നാട്ടിൽ ആ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഖത്തീബ് ഉസ്താദിന്റെ നാടിന്റെ അടുത്താണ് എനിക്ക് പരിപാടിയുള്ളത്, തലപ്പാടിയിൽ. അവിടെ ഇബ്രാഹിം വിനോദം കിസ്സപ്പാട്ട് കഥാപ്രസംഗവും ഖൈബർ പടപ്പാട്ട് കഥാപ്രസംഗവും 2 ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പൊ ഇന്നും നമ്മുടെ നാടുകളിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ബദർ കിസ്സപ്പാട്ട് ചരിത്ര കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് കയറിയതാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മിൽ നിന്ന് പൂർണ്ണമായും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ മഹാന്മാരുടെയൊക്കെ നോട്ടം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാലപ്പാട്ടുകൾ ഞാൻ അതിനെക്കുറിച്ച് സുദീർഘമായി ആമുഖ ഭാഷണം, കാരണം നമ്മുടെ ഈ ഷഹീദൈനി മാല വിശദീകരിക്കുകയാണെങ്കിൽ അതിന് കുറെ സമയം വേണം. അപ്പൊ ആമുഖം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാലപ്പാട്ടുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും സ്ഥിരമായി പാരായണം ചെയ്തിരുന്ന പാട്ടാണ്. നമ്മുടെ ഈ ഷഹീദൈനി മാല തന്നെ നമ്മുടെ നാട്ടിൽ പതിവായി പാരായണം ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇത് എഴുതിയ കവി ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. എന്താണ് മാലപ്പാട്ടുകൾ? എന്തിനാണ് ഇത് പാടുന്നത്? ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. എന്താ കുറെ ആ പാട്ട് പാടിയിട്ട്, എന്താണ് ആ ശുഹദാക്കളുടെ പാട്ട് പാടിയിട്ട്, അല്ലെങ്കിൽ മുഹൈദ്ദീൻ മാല പാടിയിട്ട്, റിഫാഴി മാല പാടിയിട്ട്, നഫീസത്ത് മാല പാടിയിട്ട് എന്താ കാര്യം? പുണ്യാത്മാക്കളുടെ മഹത്തായ ജീവിതത്തിലെ പ്രശംസനീയമായ സംഭവങ്ങളെ ഭക്ത്യാദരപൂർവം പ്രകീർത്തിക്കുന്ന പദ്യകാവ്യങ്ങളാണ് മാലപ്പാട്ട്. പുണ്യാത്മാക്കളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാലപ്പാട്ടിൽ പ്രതിപാദിക്കുന്നത്. അറബി മലയാളത്തിലെ ആദ്യത്തെ മാപ്പിളപ്പാട്ട്, അറബി മലയാളത്തിലെ ആദ്യത്തെ മാലപ്പാട്ട് മഹാനായ കോഴിക്കോട്ടുകാരനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മുഹൈദ്ദീൻ മാലയാണ്.
അല്ലാ തീരു പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദ വർക്കീള ആയോവർ. വളരെ മനോഹരമായി ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മുഹൈദ്ദീൻ മാലയാണ് ആദ്യത്തെ മാലപ്പാട്ട്, ആദ്യത്തെ മാപ്പിളപ്പാട്ട്. അതിനുശേഷം ധാരാളം ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരൊക്കെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന, ഇന്നുള്ള ഉമ്മമാർക്ക്, ഇന്നുള്ള ആളുകൾക്ക് അത് പരിചയമുണ്ടോന്ന് അറിയില്ല. പഴയ കാലത്തുള്ള പ്രായമുള്ള ഉമ്മമാരൊക്കെ സ്ഥിരമായി വീടുകളിൽ നഫീസത്ത് മാല പാരായണം ചെയ്തിരുന്നു. ഇശാ മഗ്‌രിബിനിടയിൽ നഫീസത്ത് മാല പാരായണം ചെയ്യൽ സ്ത്രീകൾക്ക് പതിവുണ്ടായിരുന്നു. വല്ലിയേ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ബീവി നഫീസത്തെ ചൊല്ലുവാൻ സനത്തിനാൽ നൂറും ചാദർ പത്തേ ജപതനിൽ ഫക്കായ മക്ക ദിക്കതില്ലൂദീത്തേ ഉദിത്ത് റബ്ബിന്റെകൾ പോലെ തോന ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ എടുത്തേ. ഇങ്ങനെ മനോഹരമായ ശൈലിയിൽ നഫീസ ബീവിയുടെ ചരിത്രം പറയുന്ന നഫീസത്ത് മാല, ഇത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒരു കാലത്ത് വീടുകളിൽ പാരായണം ചെയ്തു വന്നിരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഷഹീദൈനി മാല സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ശുഹദാക്കൾ ചില്ലറക്കാരല്ല. അതിനുവേണ്ടിയാണ് നമ്മുടെ മുദരിസായ, ഈ നാട്ടിലെ മുദരിസായ ജുനൈദ് ഉസ്താദ് ഈ മാലപ്പാട്ടിന്റെ കോപ്പി ഇവിടെ നിന്നിറങ്ങുന്ന സൊവനീറിൽ പൂർണ്ണമായും അറബി മലയാളത്തിലും കന്നഡയിലും, ഇനി അറബി മലയാളം വായിക്കാൻ കഴിയില്ലെങ്കിൽ കന്നഡയിൽ അത് നോക്കിപ്പാടാൻ കഴിയുന്ന രൂപത്തിൽ, ഭംഗിയായ രൂപത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിങ്ങനെ പാരായണം ചെയ്യണം, നിരന്തരം പാരായണം ചെയ്യണം. ഈ മഹാന്മാരുമായ ഒരു കണക്ഷൻ നമുക്കുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനെ ഹയാത്താക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാലപ്പാട്ടുകൾ ഇവിടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഒന്ന് മാലപ്പാട്ടുകളാണ്, മറ്റൊന്ന് ശുഹദാക്കളാണ്. ശുഹദാക്കൾക്ക് അല്ലാഹു വലിയ പദവി നൽകി. ഇന്നലെയും മിനിയാന്നൊക്കെ ഇവിടെ പ്രസംഗം നടന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഒന്ന് മാലപ്പാട്ടുകളാണ്, മറ്റൊന്ന് ശുഹദാക്കളാണ്. ശുഹദാക്കളെ കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ ഇവിടെ ഇന്നലെയും മിനിയാന്നൊക്കെയായിട്ട് കേട്ടിട്ടുണ്ടാകും. ആരാണ് ശുഹദാക്കൾ? അള്ളാഹു അവർക്ക് നൽകുന്ന പദവികൾ എന്തൊക്കെയാണ്? ഈ പാട്ടുകൾ, ഇത്തരം മാലപ്പാട്ടുകളും ഖിസ്സപ്പാട്ടുകളൊക്കെ എഴുതുമ്പോൾ ശുഹദാക്കളുടെ സഹായമുണ്ടായ ചരിത്രം ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് മാപ്പിളപ്പാട്ട്, എന്റെ പഠന വിഷയം മാപ്പിളപ്പാട്ട്, മാലപ്പാട്ട്, അറബി മലയാള സാഹിത്യം, ഇതിലാണ്. മർക്കസ് നോളജ് സിറ്റിയിൽ ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മലൈബാർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന. അതിൽ ധാരാളം ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചു, അറബി മലയാളത്തിൽ. ഏതായാലും കഴിഞ്ഞ ആഴ്ച എനിക്ക് പരിപാടി, ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് നേരെ മാലപ്പാട്ടിലേക്ക് കടക്കാം. മലപ്പുറത്തായിരുന്നു. മലപ്പുറം ശുഹദാക്കളുടെ ആണ്ട് നടക്കുന്ന, ഇതുപോലെ ഇവിടെയുള്ള ഷഹീദൈനി, ഇവരുടെ ഉറൂസാണല്ലോ നടക്കുന്നത്. ഇതുപോലെ മലപ്പുറം ശുഹദാക്കളുടെ ആണ്ട് നടക്കുന്ന ഒരു പരിപാടി. അവിടെ മലപ്പുറം ശുഹദാക്കളുടെ പടപ്പാട്ടുണ്ട്. മലപ്പുറം പടപ്പാട്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യരാണ് ആ പടപ്പാട്ട് എഴുതിയിട്ടുള്ളത്. ആ പടപ്പാട്ട് പാടിപ്പറയാൻ വേണ്ടി ക്ഷണിക്കുകയും അവിടെ പോയി മലപ്പുറം പടപ്പാട്ട് പാടിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പാടിപ്പറയുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യരെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചത് മലപ്പുറം ശുഹദാക്കളെ കുറിച്ച് ഒരു പാട്ട് എഴുതാൻ. പഴയ കാലത്ത് ഈ മക്കബറകളിൽ നേർച്ച നടക്കുമ്പോൾ അവരെ കുറിച്ച് ഒരു പാട്ട് എഴുതി പാടൽ പതിവുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് എഴുതാൻ വേണ്ടി മോയിൻകുട്ടി വൈദ്യരെ വിളിച്ചു. മോയിൻകുട്ടി വൈദ്യർ വന്ന് മലപ്പുറം ശുഹദാക്കളുടെ ചരിത്രം ശേഖരിച്ച് പാട്ട് എഴുതി 71 പാട്ട് എഴുതി. ആ പാട്ടിന്റെ പേരാണ് മധിനിധിമാല എന്ന് പറയുന്ന മലപ്പുറം പടപ്പാട്ട്. മധി എന്ന് പറഞ്ഞാൽ 44 എന്നർത്ഥം. 40 ദാല് 4, 44 നിധികളുടെ മാല. 44 ശുഹദാക്കളാണ് മലപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അങ്ങനെ വൈദ്യര് പാട്ടെഴുതി 54 പാട്ടെഴുതി. മൊത്തം 71 പാട്ടാ പുസ്തകത്തിലുള്ളത്. 54 പാട്ടെഴുതി 55ാമത്തെ പാട്ടെഴുതാൻ മോയിൻകുട്ടി വൈദ്യർക്ക് ചരിത്രം കിട്ടുന്നില്ല. കാരണം മലപ്പുറം പട നടന്ന് 165 വർഷത്തിന് ശേഷമാണ് മോയിൻകുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ട് എഴുതുന്നത്. മലപ്പുറം പട കണ്ട ആരും അന്ന് ജീവിച്ചിരിക്കണ്ടാവില്ല. കാരണം കണ്ട ആളുകൾ വേണമെങ്കിൽ 175 വയസ്സുള്ള ആൾ ജീവിക്കണം. പിന്നെ വൈദ്യർ ഇത് എഴുതുന്നത് കേട്ടവരിൽ നിന്ന് കേട്ട് ചരിത്രം കേട്ട് എഴുതാം. 55ാമത്തെ പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർക്ക് എഴുതാനുള്ളത് ലാക്കൻ പോക്കരുടെ ചരിത്രമാണ്. ലാക്കൻ പോക്കർ മലപ്പുറം പടയിൽ ആദ്യമായി പള്ളി സംരക്ഷിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ശത്രുക്കളോട് യുദ്ധം ചെയ്ത 11 പേരുണ്ട്. അതിൽ പ്രമുഖനാണ് ലാക്കൻ പോക്കർ. ഈ ലാക്കൻ പോക്കറുടെ ചരിത്രം എഴുതാൻ മോയിൻകുട്ടി വൈദ്യർക്ക് ചരിത്രം കിട്ടുന്നില്ല. ആരും പറഞ്ഞു കൊടുത്തില്ല, ആർക്കും അറിയില്ല ചരിത്രം. അങ്ങനെ മോയിൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്, 55ാമത്തെ പാട്ടിൽ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് ശുഹദാക്കളുടെ പവറാണ്. ആ 55ാമത്തെ പാട്ടിൽ മോയിൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്, എനിക്ക് പാട്ടെഴുതാൻ ലാക്കൻ പോക്കരുടെ ചരിത്രം കിട്ടിയില്ല. 4 ദിവസം എന്റെ പാട്ടെഴുത്ത് നിന്നുപോയി. അങ്ങനെ മലപ്പുറത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാവിൽ അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഷഹീദായ അബൂബക്കർ ഷഹീദ് എന്റെ സ്വപ്നത്തിൽ വരികയും എനിക്ക് ലാക്കൻ പോക്കരുടെ യുദ്ധമുറകളെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തു എന്ന് 55ാമത്തെ പാട്ടിൽ മോയിൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്. പൊലിവാലൊരു കഥയെനിയൊക്കെ വരെ പുതുമാ എന്നിൽ കശിന്തുള്ളതറിവീരെ പോക്കരാം ഷഹീദൂക്കർ പോർക്കവിയാക്കിനാനിതിന്മേൽ ഇശൽ മുടിവാകിയേ പിറകെ മനസ്സിൽ പുതിയൊരു കലൽ അവർ ഇകൾ ശതിദധികവും ചകമഴതിലയനുമേ. മോയിൻകുട്ടി വൈദ്യർ 55ാമത്തെ പാട്ട് ഈ ചരിത്രം പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. എനിക്ക് ചരിത്രം ഇവിടെ ഷഹീദായ അബൂബക്കർ ഷഹീദ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തന്നതാണ്. ആലോചിച്ച് നോക്കണം, ശുഹദാക്കളെ ഹയാത്താക്കാൻ, ശുഹദാക്കളുടെ ചരിത്രം എഴുതാൻ അവിടെ ഷഹീദായ ശുഹദാക്കൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മോയിൻകുട്ടി വൈദ്യർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. മോയിൻകുട്ടി വൈദ്യർ അത് പാട്ടായിട്ട് എഴുതി വെക്കുന്നു.
അപ്പൊ ഇവരെ ഹയാത്താക്കിയാൽ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഇവിടെയുള്ള ശുഹദാക്കളെ ഹയാത്താക്കലാണ്. ജുനൈദ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ശുഹദാക്കളെ ഹയാത്താക്കാൻ വേണ്ടിയാണ് ആ സൊവനീറിൽ ഈ മാലപ്പാട്ട് ചേർത്തിട്ടുള്ളത്. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടക്കൊക്കെ എന്നൊന്ന് ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള മഹാന്മാരായതുകൊണ്ട് ശുഹദാക്കളായതുകൊണ്ട് ഇടക്കൊക്കെ നമ്മൾ ആ മാലപ്പാട്ടിൽ ഇങ്ങനെ പാരായണം ചെയ്യും. അത് ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്ന് ഇതിന്റെ ചട്ടയിൽ തന്നെ, ഇതിന്റെ ഉള്ളിലും ഈ പാട്ടിലും ധാരാളം സംഭവങ്ങൾ. ഈ പാട്ടിൽ മുഴുവൻ ഇവിടെയുള്ള ശുഹദാക്കളുടെ കറാമത്തുകളാ പറയുന്നത്. ഏകദേശം 80 വർഷം മുമ്പ് എഴുതിയ മാലപ്പാട്ടാണ്. 80 വർഷം. അന്ന് നമ്മുടെ നാട്ടിൽ ഈ മാല സ്ഥിരമായി പാരായണം ചെയ്തു. എന്തിനെല്ലാം പാരായണം ചെയ്തു എന്നും എന്തെല്ലാം അവർക്ക് കിട്ടിയെന്നും ഈ മാലപ്പാട്ടിൽ പറയുന്നു. എന്തിനൊക്കെയാണ് ഈ മഹാന്മാരുടെ അടുത്തേക്ക് ആളുകൾ വരാറുള്ളത്, എന്തെല്ലാമാണ് ഇവിടേക്ക് നേർച്ചയാക്കാറുള്ളത് എന്നൊക്കെ വിശദമായി ഈ മാലപ്പാട്ടിൽ പറയും. ഇതിന്റെ ചട്ടയിൽ തന്നെ കവി കൊടുക്കുന്നത്, ഇതാകുന്നത് ഷഹീദൈനി മാല എന്ന നേർച്ചപ്പാട്ടാകും. അത് പഴയ അറബി മലയാളത്തിന്റെ ശൈലിയാണ്. വടക്ക് ദിക്കിൽ കറമേൽ ജുമഅത്ത് പള്ളിന്റെ പടിഞ്ഞാറ് ഭാഗം മറ ചെയ്യപ്പെട്ട 2 ഷഹീദന്മാരെ പേരിൽ അവർകൾ മുമ്പും പിമ്പും പെരുത്തതായ കറാമത്തുകൾ കാണിച്ചതിൽ നിന്ന് അല്പം വിവരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നേർച്ചപ്പാട്ടായിരിക്കും. ഇതിന് ചട്ടയിൽ തന്നെ എഴുതാ, ഇവിടെയുള്ള ശുഹദാക്കൾ മുമ്പും പിമ്പും ധാരാളം കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട്. അവരുടെ കറാമത്തുകൾ കൊണ്ട് എഴുതപ്പെട്ട നേർച്ചപ്പാട്ടാണിത്. ഇതിനെ വല്ല തിടുക്കം, മുടക്കം, ബലാല്, ആഫത്ത് മുതലായ ഗുണക്കേടുകൾ വന്ന് മുന്നിട്ടതായ നേരത്തിൽ നേർച്ചയാക്കി പാടിയാൽ ഇവർകളെ ബർക്കത്തുകൊണ്ട് പടച്ചവൻ സകലതിനെയും തട്ടി ദൂരപ്പെടുത്തി സന്തോഷങ്ങളെ നൽകുന്നതാണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ, ഇതിന്റെ ചട്ടയിൽ തന്നെ കവി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മാലപ്പാട്ട് നമ്മൾ പാടിയാൽ നമ്മളുടെ സകല ഷെറുകളും, നമുക്ക് വരുന്ന സകല ഷെറുകളും നീങ്ങിപ്പോകുന്നതാണ്, എല്ലാ മുസീബത്തുകളും നീങ്ങിപ്പോകുന്നതാണ് എന്ന് ഇതിന്റെ ചട്ടയിൽ തന്നെ ഇത് എഴുതിയ കവി രേഖപ്പെടുത്തി വെക്കുന്നു. മുഹീദ്ദീൻ മാലയുടെ അതേ ഇശലിൽ, അതേ ശൈലിയിലാണ് ഈ മാലപ്പാട്ട് കവി എഴുതിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഭാഗം തുടക്കത്തിൽ അങ്ങനെ പാടാം, എന്നിട്ട് ഇങ്ങനെ അർത്ഥം വെച്ച് ഓരോ ഭാഗം ഇങ്ങനെ അർത്ഥം വെച്ച് ഓരോ ചരിത്രങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിങ്ങനെ പാടിത്തരുന്നത് എന്തിനാ വെച്ചാൽ ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളും പാടണം. വീട്ടിൽ പോയിട്ട് ഇതിങ്ങനെ സ്ഥിരമായി പാരായണം ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്നുള്ളേ സുൽത്താനുൽ ഇസ്മാലും വിള്ളുന്നിമാലയും തുതിയും പുകഴ്ച്ചാലും മുഷിയും സ്വലാത്തും സലാമും നബിമേലും മുന്തും സഹബാലിൽ ചൊന്നതിൽ പിന്നാലും ഹസ്ബായേ നായേനെ പേശാനിമാലയും ഉദവിയൊഴുമാലും എന്റെ ഏറ്റെന്നിൽ യാ അല്ലാഹ് റസൂലുൽ ഖൈതമായേ ത്വാഹ നബിയാരെ രക്ഷം മാഅനത്തും നളമീദിൽ നൽകല്ലാ ഓതും നബിയാരിൽ ഒണ്ടന്നാമീറോരാം വളർമകൾ ഏറ്റം ബിരിലൂരത്തോരാം സീദർ അബൂബക്കർ സിദ്ദീഖിൽ റളിയല്ലാഹ് സലിമർ കീടാചത്തും ഏകന്നിൽ യാ അല്ലാഹ് ഹാദി ഷഫീആരെ രണ്ടൻ ആമീറോരാൻ
ഹാമിൻ നബിദീനെ അതിലാൽ നടത്തോരാം നാദറുൽ മറൂരിൽ ഓതും റളിയല്ലാഹ് നലവർ മാനത്തും ഏകന്നിൽ യാ അല്ലാഹ് ഒന്നും ബഷീറോരെ മുണ്ടൻ ആമീറോരാം ആകാശം ഏഴുള്ളിൽ നബിയും നാദർത്തോരാം മന്നാർ ഉസ്മാൻ നൂറൈനിൽ റളിയല്ലാഹ് മഹിവർ കരുണത്തും ഏറ്റന്നിൽ യാ അല്ലാഹ് പിന്നും ഫളീലോര നാലാൻ ഖലീഫോരാം പവനം ഖിയാമത്തിൽ ചീട്ടും തരുന്നോരാം എന്നും അസദുള്ള അലിയായി അലിയിൽ റളിയല്ലാഹ് എവരെ കീടാക്ഷത്തും കോർവയിൽ ഏറ്റല്ലാഹ് നല്ല യമങ്കട്ട് ഇശലിൽ മുഹൈദ്ദീൻ മാല ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി എഴുതിയതുപോലെയാണ്, അതേ ശൈലിയിലാണ് ഇതിന്റെ ഈ പാട്ടെഴുതിയ കവി ഇതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പി അഹമ്മദ് മുസ്ലിയാരാണ് ഈ മാലപ്പാട്ട് എഴുതിയിട്ടുള്ളത്. നല്ല ശൈലിയിൽ ആദ്യം തന്നെ ബിസ്മി ചൊല്ലി ഏതൊരു സംഗതിയും നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ടാ തുടങ്ങേണ്ടത്. ബിസ്മിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരൂര് ഭാഗത്ത്. അദ്ദേഹത്തിന്റെ മീസാൻ കല്ലുമേൽ എഴുതി വെച്ചിട്ടുണ്ട് അൽ ആരിഫ് ബില്ലാ കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജി. അൽ ആരിഫ് ബില്ലാ എന്നും സി വലിയുല്ലാഹി എഴുതാൻ പറഞ്ഞു. അത്രയും വലിയ മഹാന. അദ്ദേഹം ഒരു റമദാൻ 3-ന് പൊന്നാനിയിൽ വെച്ച് വഅദ് തുടങ്ങി. റമദാൻ 3-ന് വഅദ് തുടങ്ങിയിട്ട് റമദാൻ 27 വരെ പറഞ്ഞിട്ടും ബിസ്മിയുടെ മഹത്വം പറഞ്ഞു തീർന്നിട്ടില്ല. ബിസ്മിയുടെ മഹത്വം പറഞ്ഞാ തീരൂല. എല്ലാ കവികളും ബിസ്മി കൊണ്ടാണ് അവരുടെ പാട്ടുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കവിയും ഈ ഷഹീദൈനിമാല തുടങ്ങുന്നത് ബിസ്മില്ലാഹി എന്നുള്ളേ സുൽത്താനുൽ ഇസ്മാലും മാലയും തുതിയും പൂകൾ ചാലും മുഷിയും സ്വലാത്തും സലാമും നബി മേലും മുന്തും സ്വഹബ് ആലിൽ ചൊന്നതിൽ പിന്നാലും. ബിസ്മി കൊണ്ടാ തുടങ്ങി. മോയിൻകുട്ടി വൈദ്യർ ബദർ പടപ്പാട്ട് തുടങ്ങിയത് തുടക്കം മുഴുവൻ ബിസ്മിയ. അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ലാ അരിമ കലൈകുത്ത് ബനുദിനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ. അങ്ങനെ 8-10 വരിയുടെ അവസാനം മുഴുവൻ ബിസ്മില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ചരിത്രം മോയിൻകുട്ടി ഇതിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞ് നമുക്ക് നേരെ മാലയിലേക്ക് വരാം. ബിസ്മിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ദീർഘിച്ചു പോകും. ഈ മാല തന്നെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം പറയാനുണ്ട്. ഓരോ ഭാഗങ്ങളും പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ചെറിയൊരു ഭാഗം മാത്രം ഇങ്ങനെ പറഞ്ഞ് പോവാണ്. മോയിൻകുട്ടി വൈദ്യരുടെ ഇത് എന്തിനാണ് ഇവിടെ മനസ്സിലാക്കണം. ഇവരുടെ ചരിത്രം എന്തേ ഈ അഹമ്മദ് മുസ്ലിയാർക്ക് കന്നഡയിൽ ഒരു പുസ്തകമാക്കി എഴുതിയ പോലെയായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടി എങ്ങനെ മാലയാക്കിയത്, ഇങ്ങനെ പാട്ടാക്കിയിട്ട് എന്തിനാ എഴുതി വെച്ചാൽ അതും ഈ കടിച്ചാ പൊട്ടാത്ത വാക്കില് നമുക്കൊന്നും തിരിയാത്ത ഭാഷയില് ഇങ്ങനെ അറബി മലയാളത്തില് ഇതൊരു കന്നഡയിലൊരു ചരിത്ര പുസ്തകമാക്കി എഴുതിക്കുകയാണെങ്കിൽ ഇന്നുള്ള ആളുകൾക്കൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാലയാക്കി എഴുതിയിട്ടുള്ളത്? മാലപ്പാട്ടുകൾക്ക് മാപ്പിളപ്പാട്ടുകൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് വലിയ ദിവസങ്ങളോളം വഅദ് പറയാനുള്ള മാറ്റർ ഒരൊറ്റ വരിയിൽ എഴുതാൻ കഴിയും. ഒരൊറ്റ വരിയിൽ വലിയ ചരിത്രം മുഹൈദ്ദീൻ മാലയിൽ കാണാം. ജിന്നൂരു പൈതലെ കൊണ്ട് പോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ചാദീനെ കൊടുത്തോവർ. ആ ചരിത്രം അങ്ങനെ നമ്മൾ എഴുതാണെങ്കിൽ 40-50 പേജ് എഴുതാണ്ടാവും. ഒരൊറ്റ വരിയിലാണ് ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്. അപ്പൊ ഒരു വരിയിൽ ധാരാളം ആശയങ്ങൾ വരുന്ന ചരിത്രങ്ങൾ എഴുതാൻ പാട്ടിലേ കഴിയൂ.
മോയിൻകുട്ടി വൈദ്യർ ബദർ പടപ്പാട്ടിൽ പറയുന്നുണ്ട്, മഹളപുതമധു പയസുര നദികളിൽ മഅനത്തലകൾ ഫി ബിസ്മില്ലാ മഅഹുത്തമമുര റഹിമനിൽ വബിഹി തൗഫീഖദരുള്ളാ. വൈദ്യരുടെ പ്രയോഗം മഹള് എന്ന് പറഞ്ഞാൽ തനിച്ച, ഒരു കലർപ്പുമില്ലാത്ത എന്നർത്ഥം. മഹള് അപ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം. പുതിയ ആരും ഉപയോഗിക്കാത്ത. പാട്ട് എഴുതുമ്പോൾ ഒരു വരിയിൽ തന്നെ എത്ര ഭാഷകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. മഹളപുത മധു, മധു പറഞ്ഞാ എന്താ? തേന്. പയ പാല്, സുര കള്ള്. മഹളപുത മധു പയസുര നദികളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയേ, എനിക്ക് ഇതുവരെ ഈ വാതിൽ വരെ, ഈ കവാടം വരെ എനിക്ക് പെർമിഷൻ ഉള്ളൂ. നബിയെ, തങ്ങൾ കടന്നോളൂ എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് മുത്തുനബി തങ്ങൾ പോയ സമയത്ത് ആ മുത്തുനബി തങ്ങൾ അതാ സ്വർഗ്ഗത്തിൽ 4 അരുവികൾ കാണുകയാണ്. നല്ല ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയുണ്ട്, പാലിന്റെ അരുവിയുണ്ട്, തേനിന്റെ അരുവിയുണ്ട്, കള്ളിന്റെ അരുവിയുണ്ട്. 4 നദികൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. മഹളപുതമധു പയസുര നദികളിൽ മഅനത്തലകൾ ഫി ബിസ്മില്ലാ മഅഹുത്തമമുര റഹ്മാനുർ റഹീമനി വബിഹി തൗഫീഖദരുള്ളാ. സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ 4 അരുവികൾ കാണുകയാ. ഈ അരുവികൾ കണ്ട് മുത്തുനബി തങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ, ഇതിന്റെ തുടക്കം എവിടെയാ? ഈ നദികളുടെ ഉറവാരംഭം എവിടെയാ? ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ, അതിന്റെ തുടക്കം എവിടെ എന്നറിയൂല, പക്ഷേ ആ അരുവികൾ ചെന്ന് ചേരുന്നത് ഹൗദുൽ കൗസറിലേക്കാണ്. ഹൗദുൽ കൗസറിലേക്കാണ് അരുവികൾ ചെന്ന് ചേരുന്നത്. തുടക്കം എവിടെ അറിയൂല. ഈ സമയത്ത് മുത്തുനബി തങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് ഇതിന്റെ തുടക്കം? അപ്പോഴാണ് സ്വർഗത്തിൽ ഒരു ബിൽഡിംഗ് കാണുന്നത്, ഒരു എടുപ്പ് കാണുന്നത്. മുത്തുനബി തങ്ങൾ അതിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നാണ് 4 അരുവികളും ഒഴുകി വരുന്നത്. 4 നദികളും 4 പുഴകളും ഒഴുകി വരുന്നത് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നാ. മുത്തുനബി തങ്ങൾ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോയ സമയത്ത് അതിന്റെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, നബിയേ, ആ വാതിൽ തുറക്കാനുള്ള ചാവി തങ്ങളെ കയ്യിലുണ്ട്, ബിസ്മി ചൊല്ലിയാൽ മതി. ബിസ്മി ചൊല്ലി മുത്തുനബി തങ്ങൾ ആ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്ന് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ 4 തൂണുകളാണുള്ളത്. 4 തൂണുകൾ. ആ 4 തൂണിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ തൂണിലും എഴുതിയ ബിസ്മിയുടെ ഓരോ അക്ഷരത്തിൽ നിന്നാണ് ഓരോ നദികളും ഒഴുകി വരുന്നത്. സ്വർഗത്തിലുള്ള 4 നദികളും ബിസ്മിയിലുള്ള ഓരോ അക്ഷരത്തിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ഇത് കണ്ട് ആശ്ചര്യത്തോടുകൂടെ മുത്തുനബി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്, നബിയേ, തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആരാണോ ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലുന്നത്, തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആരാണോ ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലുന്നവർ, അവർക്ക് കുടിപ്പിക്കാനുള്ളതാണ് ഈ പാനീയം. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. അതിന് ഈ മജ്ലിസിനെ കാരണമാക്കണം റഹ്മാനെ. ബിസ്മിയുടെ മഹത്വം നമ്മൾ ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലിയാൽ ഹൗദുൽ കൗസർ ലഭിക്കുന്നതാണ്. അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പോ ബിസ്മിയുടെ മഹത്വം ഇങ്ങനെ ധാരാളം പറയാണ്ട് ഈ മാല തുടങ്ങുന്നത് തന്നെ ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മി പറഞ്ഞിട്ട് പിന്നെ മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. മുഷിയും സ്വലാത്തും സലാമുൻ നബി മേലും മുന്തും സ്വഹബ് ആലിൽ ചൊന്നതിൽ പിന്നാലും ഹസ്ബായ നായനെ പേശാനിം മലയും ഉദവിയലുമാലും ഏറ്റന്നിലിയ അല്ലാഹ്.
മാലപ്പാട്ട് എഴുതാൻ ഉദവി എനിക്ക് നൽകണം എന്ന് പറഞ്ഞാൽ തൗഫീഖ് തരണം, എനിക്കിതിന് സഹായം ലഭിക്കണം. ആരെ കൊണ്ട്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം എനിക്ക് ഈ മാല എഴുതാൻ എനിക്ക് നൽകണമെന്ന് കവി തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാ, മുത്തുനബിയുടെ രക്ഷ വേണം, അവരുടെ കടാക്ഷം വേണം. റസൂലുൽ ഖിതമായേ തോഹ നബിയാരെ രക്ഷം മാനത്തും നൽമീദിൽ നൽകല്ല ഓതും നബിയാരിൽ ഒണ്ടൻ ആമീറാരാം വളർമകൾ ഏറ്റം ബീരൂരത്തോരാം സീദർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സലിമർ കീടാച്ചത്തും ഏകന്നിൽ യാ അല്ലാഹ്. ഈ മാലപ്പാട്ട് എഴുതാൻ എനിക്ക് മുത്തുനബിയുടെ സഹായം വേണം. പോരാ, മുത്തുനബിയുടെ 4 ഖലീഫമാരെ കുറിച്ച് ശേഷം പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഖലീഫയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ കടാക്ഷം എനിക്ക് വേണം. അതിനുവേണ്ടി അവർ പറയുന്നത് വളർമകൾ ഏറ്റം ബീരിലൂരത്തോരാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളർമകൾ, അവരുടെ പോരിശകൾ ധാരാളം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു മാലപ്പാട്ടുണ്ട്. ചെമ്പയിൽ പൊന്നാനിക്കാരനായ ചെമ്പയിൽ കുഞ്ഞു മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ മാലപ്പാട്ട്. അതിൽ മുഴുവൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. കിതാബിന്റെ അടിസ്ഥാനത്തിൽ, കിതാബിന്റെ ഇബാറത്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം ധാരാളം ചരിത്രങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് മുത്തുനബിയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചൊരു സംഭവം. തഫ്സീർ റാസിയിൽ പറയുന്ന ഒരു സംഭവം ആ മാലപ്പാട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. ധാരാളം ചരിത്രങ്ങൾ പറയുന്നതിനിടയിൽ അദ്ദേഹം പറയാ, ഖദ് ഖാല ഫഖറുർ റാസി തഫ്സീറൻഡേ കനദി കിതാബിൽ മുസ്തഫ നബി തന്റെ ഖതം അതീകോരിൽ കൊടുത്ത് നവിന്റെ ഖൈറാറ്റ സിദ്ദീഖൻ ഖുറളിയല്ലാഹ് വബിഹഖിഹിം ഹസ്ൽ മുറാദി അല്ലാഹ്. തുദില ഇലാഹ ഇല്ലല്ലെന്ന ചിത്രമേ ചൊങ്കാലെഴുത്ത് ഇതിൽ കുറിത്തിടവേണമേ. ദുദർ നബി ഒരു തിക്കുളർ ദൊലിയാരുമേ ചൊൽക്കേട്ട് സിദ്ദീഖൻ ഖുറളിയല്ലാഹ് വബിഹഖിഹിം ഹസ്ൽ മുറാദി അല്ലാഹ്. ചെമ്പയിൽ കുഞ്ഞുമൈദീൻ കുട്ടി മുസ്ലിയാർ പറയാ, തഫ്സീർ റാസിയിൽ പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ മോതിരം ഊരിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സിദ്ദീഖേ, ഈ മോതിരത്തിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിച്ചു കൊണ്ടുവരണം. എന്താ എഴുതേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഈ മോതിരത്തിൽ എഴുതണം. തുതി ലാ ഇലാഹ ഇല്ലല്ലെന്ന ചിത്രമേ ചൊങ്കാലെഴുത്ത് ഇതിൽ കുറിത്തിടവേണമേ. ദുദർ നബി വരുത്തിക്കുളർ ദൊലിയാരുമേ ചൊൽക്കേട്ട് സിദ്ദീഖൻ ഖുറളിയല്ലാഹ് വബിഹഖിഹിം ഹസ്ൽ മുറാദി അല്ലാഹ്. മുത്തുനബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മോതിരം കൊടുത്തുകൊണ്ട് പറയാ, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിക്കൊണ്ടുവരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കൊണ്ടുപോയിട്ട് എഴുതുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിപ്പിക്കുകയാ. മുത്തുനബി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാനാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതിയത്
എഴുതിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദാണ്. ഇതങ്ങ് എഴുതിയിട്ട് മുത്തുനബി തങ്ങളുടെ കയ്യിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കുന്നു. നബി തങ്ങൾ ആ മോതിരം നോക്കിയപ്പോൾ അതിൽ കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, എന്താ സിദ്ദീഖേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതാണല്ലോ പറഞ്ഞത്, എന്താ അതിൽ മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ? ഈ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, അള്ളാന്റെ പേര് പറയുന്നതിനോട് കൂടെ അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ അതിനോട് തങ്ങളുടെ പേരിനെ പറയലിന് വിട്ടുപിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് മുത്തുനബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മൂന്നാമത്തെ ഒരു പേര് കൂടി മോതിരത്തിനുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സിദ്ദീഖുൽ അക്ബർ എന്നുകൂടെ ആ മോതിരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് ആരെഴുതിച്ചതാ? ഇതങ്ങ് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ അറിയില്ല, അത് ഞാൻ എഴുതിപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നത്, നബിയേ, അത് അല്ലാഹു തആല എഴുതാൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെയും മുത്തുനബിയുടെയും ഇടയിൽ വിട്ടുപിരിക്കാൻ ആഗ്രഹിക്കാത്ത സിദ്ദീഖ് തങ്ങളെ പേര്, അല്ലാഹുവിന്റെയും മുത്തുനബിയുടെയും ഇടയിൽ സിദ്ദീഖ് തങ്ങളെ പേരും വിട്ടുപിരിക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു തആല എഴുതാൻ പറഞ്ഞതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ മൂന്ന് പേരുടെയും പേര് ഈ മോതിരത്തിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഈ മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഷഹീദൈനി മാലയിലും പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ ഭാഗത്ത് സീദർഅബ് ഓതും നബിയാരിൽ ഒണ്ടന്നമീറോരാം വളർമകൾ ഏറ്റം ജിബിരിലുരത്തോരാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം വളർമകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കടാക്ഷം എനിക്ക് ഈ മാല എഴുതാൻ വേണം. എന്നിട്ട് ഇങ്ങനെ തുടക്കമൊക്കെ പറയുന്നത് 4 ഖുലഫാക്കളെ കുറിച്ചാണ്, ഖുലഫാ റാഷിദീങ്ങളെ കുറിച്ചാണ്. ഹാദി ഷഫീആരെ രണ്ടൻ അമീറോരാൻ ഹമീം നബി ദീനെ അദ്ലാൽ നടത്തോരാം നാദർ ഉമറോരിൽ ഓതും നലവർ മാനത്തും ഏകനിൽ യാ അല്ലാഹ് ഒന്നും ബശീറോരെ മൂണ്ടാനാമീറോരാം ആകാശം മേഴുള്ളിൽ നബിയും നാളർ തോരാം മന്നർ ഉസ്മാൻ ബിൻ നൂറൈനിൽ റളിയല്ലാഹ് മഹിവർ കരുണത്തും ഏറ്റെന്നിലിയ അല്ലാഹ് പിന്നും ഫളീലോര നാലാൻ ഖലീഫോരാം ഭവനം ഖിയാമത്തിൽ സീട്ടും തരുന്നോരാം എന്നും അസദുല്ലാഹ് അലിയിൽ റളിയല്ലാഹ് എവരെ കീടാക്ഷത്തും കോർവയിൽ ഏകല്ലേറ്റല്ലാഹ്. 4 ഖലീഫമാരെ പറഞ്ഞിട്ട് കവി പറയാ, ഇവരുടെയൊക്കെ സഹായം എനിക്ക് ഈ മാലപ്പാട്ട് എഴുതാൻ വേണം. എന്നിട്ട് പറയുന്നുണ്ട് മറ്റു ചില സ്വഹാബികളുടെ പേര് കൂറും സഅദും കൂറും സഅദും സഈദും വത്വൽഹത്തും ഗുണവർ സുബൈറും പിൻ അബി ഉബൈദത്തും ബീറർ വഅബ്ദുറഹ്മാനും റളിയല്ലാഹ് ബിരിദർ സ്വഹാബോരെ ഉദവിയും നൽകല്ലാഹ്. ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം നൽകിയ 10 പേരുണ്ട്, അശറത്തുൽ മുബശ്ശിരീൻ. ആ 10 പേരുടെയും പേര് പറഞ്ഞുകൊണ്ട് കവി പറയാ, ഈ മാലപ്പാട്ട് എഴുതാൻ ഇവരുടെ സഹായം എനിക്ക് വേണം, പോരാ, നിർത്തിയില്ല. ശേഷം കവി പറയുന്നുണ്ട്, പെർപെറ്റെ മുഹയ്യിദ്ദീൻ ഖുത്ബോരി റളിയല്ലാഹ് പൊലിവരരിവായെന്നും ഏകനിലിയ അല്ലാഹ്
കൂറുന്ന ഇപ്പാട്ടിൽ ഷഹീദൈ വലിയുള്ള കേളി മികച്ചോരെ ഇതങ്ങനെ പാടിപ്പാടി നമ്മളെ നാവിലിങ്ങനെ വഴങ്ങി വരണം. സ്ഥിരമായി പാരായണം ചെയ്ത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും അതുപോലെ നടന്നു പോകുമ്പോഴൊക്കെ ഈ ശുഹദാക്കളുടെ മാലപ്പാട്ട് ഇങ്ങനെ പതിവായി നമ്മൾ പാടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കവി ഈ നാല് മുത്തുനബിയെ പറഞ്ഞു, ഖുലഫാഉർ റാഷിദീങ്ങളെ പറഞ്ഞു, അശറത്തുൽ മുബശ്ശിരീങ്ങളെ പറഞ്ഞു. പിന്നെ പറയുന്നത് ഖുതുബുൽ അഖ്താബ് ഔസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പേരാണ്. പേർപേറ്റ് മുഹയ്യിദ്ദീൻ ഖുത്ബൂരിൽ റളിയല്ലാഹു പുലിവരിയുള്ള എന്നും ഏകനിൽ യാ അല്ലാഹ്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ സഹായം എനിക്ക് ഈ മാലപ്പാട്ട് എഴുതുന്നതിൽ വേണം എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. ഔലിയാക്കളുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, മഹാന്മാരുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ റൂട്ട് അള്ളാഹുവിനെ പ്രണയിച്ചവരാ, മുത്തുനബിയെ സ്നേഹിച്ചവരാ, ബദരീങ്ങളെ ഇഷ്ടപ്പെട്ടവരാ. അവർക്ക് ശേഷം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, ഇഷ്ടം വെച്ചവരാണ്. ഔലിയാക്കൾ മുഴുവനും അങ്ങനെ ഔലിയാക്കൾക്ക് വിലായത്തിന്റെ പദവി കിട്ടിയിട്ടുള്ളത് ബദരീങ്ങളെ കൊണ്ടാണ്. ബദർ മൗലിദിൽ നമുക്ക് കാണാം, ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇ അഹ്ലി ബദരീൻ. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എഴുതിയ ബദർ മൗലിദിൽ കാണാം. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടുകൾ പറയുന്നുണ്ട്. പെരുത്ത പേർക്ക് വിലായത്തെത്തിമു ഫളലം ബലിയാക്കളായി ബിട്ടറാഹിമയൻ കൊതി ബദരീങ്ങളെ തിരുഹഖിനാൽ ബദരീങ്ങളെ തിരുഹഖിനാൽ. പെരുത്ത പേർക്ക് വിലായത്തെത്തി മുഫളലം വലിയാക്കളായി. ധാരാളം ആളുകൾക്ക് വിലായത്തിന്റെ പദവി ലഭിച്ചത് അത് ബദരീങ്ങളെ കൊണ്ടാണ്. അസ്മാഉൽ ബദർ പാരായണം ചെയ്തിട്ടാണ്, ബദരീങ്ങളോട് കണക്ഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർക്ക് വിലായത്തിന്റെ പദവി കിട്ടിയത് എന്ന് മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബദർ നമുക്ക് പിന്നീട് ഒരു ദിവസം പാടി പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബദരീങ്ങളിൽ ഫനാ ആയ ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങൾ അങ്ങനെ പറഞ്ഞു അതിലിങ്ങനെ ആനന്ദം നമുക്ക് വരണം. ബദരീങ്ങളെ പിടിച്ചാ പിന്നെ ആരും വേണ്ട, ബദരീങ്ങൾ മതിയാവും. ആ ബദരീങ്ങളെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹയ്യിദ്ദീൻ ശൈഖിനെ പറഞ്ഞുകൊണ്ട് പിന്നീട് കവി അഹ്മദ് മുസ്ലിയാർ പറയുന്നത് ഇവിടെ ഷഹീദായ ശുഹദാക്കളെ കുറിച്ചാ. കൂറുന്ന ഇപ്പാട്ടിൽ ഷഹീദൈ വലിയുള്ള കേളി മികച്ചോരെ ഇവിടെയുള്ള ഷഹീദൈ രണ്ട് ശുഹദാക്കളുടെ റിള, അവരുടെ തൃപ്തി, അവരുടെ സഹായം എനിക്ക് ഈ മാലപ്പാട്ട് എഴുതുന്നതിൽ വേണം. എന്നിട്ട് പറയാ, കേട്ടോ ബീലാദാലും കേളിയും പെറ്റുള്ളേ കെറമേലാതെന്നുള്ളേ മണ്ണിൽ മാറൈത്തുള്ളേ ഉറ്റം വലിയും ഷഹീദായും നിന്നുള്ളേ ഇരുപേർക്കാറാമത്തിൽ പേശാനൂതകല്ലാ. കെറമേൽ എന്ന് പറയുന്ന ഈ നാട്ടിൽ, ഈ പ്രസിദ്ധമായ നാട്ടിൽ മറപെട്ട് കിടക്കുന്ന ഷഹീദൈൻ രണ്ട് ശുഹദാക്കൾ അവരുടെ കറാമത്തുകൾ കോർത്തിണക്കിയാണ് ഞാൻ ഈ മാലപ്പാട്ട് എഴുതുന്നത്. അവരുടെ കറാമത്തുകൾ കോർത്തിണക്കിക്കൊണ്ട് ഈ മാലപ്പാട്ട് പേശാൻ, ഈ മാലപ്പാട്ട് എഴുതാൻ, പറയാൻ എനിക്ക് ഇവരുടെ ഉദക്കം തരണം റഹ്മാനെ, ഈ ശുഹദാക്കളുടെ സഹായം എനിക്ക് തരണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഈ കവി ഈ പാട്ട് എഴുതാൻ തുടങ്ങുന്നത്. നോക്കണം, ഈ ഒരു പാട്ട് എഴുതാൻ നേരാണ്ട് ചരിത്രം എഴുതാൻ തുടങ്ങിക്കല്ല. ഇത്രയും ആളുകളെ തവസ്സുലാക്കി, ഇത്രയും ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവരുടെ സഹായം തേടിയിട്ടാണ് ഈ മാലപ്പാട്ട് എഴുതാൻ കവി ആരംഭിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് ധാരാളം ചരിത്രങ്ങളാണ്, ധാരാളം കറാമത്തുകളാണ്. ഈ ശുഹദാക്കളുടെ ജീവിത ചരിത്രമല്ല ഇതിൽ പറയും എന്ന് പറഞ്ഞാൽ അവരുടെ ബയോഗ്രഫി അല്ല. എവിടെ ജനിച്ചു, അവർക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് കല്യാണം കഴിച്ചത്, ഇങ്ങനെയുള്ള ചരിത്രങ്ങളല്ല ഇത് പറയുന്നത്.
ഇവരുടെ കറാമത്തുകളാണ് ഈ മാലപ്പാട്ടിൽ പൂർണ്ണമായി പറയുന്നത്. വളരെ ഭംഗിയായി യമങ്കട്ടി ഇശലിൽ കവി ഇത് ഓർവ ചെയ്തിട്ടുണ്ട്. കൂട്ടം മീരി പേരും പാത്ഷാദീവിന്റെ കാലത്തിലുള്ളൊരു ആളാകും ഈ രണ്ട്. മാറ്റൊരു കുടിക്കാനും മുൽക്കും ഉടമാന്റെ മലിക്കോട് മുന്തിയെ യുദ്ധങ്ങൾ ചെയ്തോവർ ചെയ്യും സമാനാതിൽ ഇന്ദേ ഒലി പേരും ചൊന്നേ കുഫാറോരിൽ സമറാതും ചെയ്തോരും. ടിപ്പു സുൽത്താന്റെ കാലത്തിൽ ഉള്ളവരാണ് ഈ രണ്ട് ശുഹദാക്കളും എന്ന് മാലയിൽ പറയുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലത്തിൽ ഉള്ള ഒരു ആളാകും ഈ രണ്ടാളുകളും ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്. ഇതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളം വലിയുടെ മഞ്ഞക്കുളം മാല വാടിപ്പറയാൻ പോയിരുന്നു. ആ മഞ്ഞക്കുളം മാലയിലും പറയുന്നുണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ആളായിരുന്നു ഹാജ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഞ്ഞക്കുളം ഷഹീദ്. അവരും ടിപ്പു സുൽത്താന്റെ കൂടെ യുദ്ധം ചെയ്ത് ഷഹീദായ ആളാണ്. ടിപ്പു സുൽത്താന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഷഹീദായ ആളാണ് മഞ്ഞക്കുളം വലിയുള്ള. എന്നതുപോലെ ടിപ്പു സുൽത്താന്റെ കാലത്തിൽ ജീവിച്ച ആളുകളാണ് ഈ രണ്ട് ശുഹദാക്കളും. എന്നിട്ട് പറയാണ് ഇവർ രണ്ടുപേരും യുദ്ധങ്ങൾ ചെയ്ത് ശത്രുക്കളോട് ചമറതും ചെയ്തു. ചമറ എന്ന് പറഞ്ഞാൽ യുദ്ധം. ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകളാണ് ഈ രണ്ട് ശുഹദാക്കളും എന്ന് ഈ മാലപ്പാട്ടിൽ കവി വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്യും സമാനാദിൽ ഇന്ദേ ഒലി പേരും ചെന്നേ കുഫാറോരിൽ സമറാതും ചെയ്തോരും. മൊയ്യാൻ നാടോടാടുത്തേറ്റം മൊഷിയും പായ കോട്ട തലമിൽ ഷഹീദായോർ ഈ ഷഹീദോരെ നല്ല ജനാസത്തും ഇറൻ വീട്ടിൻ മുമ്പാകം കുർബാൻ മറിയേറ്റം ഹയ്യോന ഈയോരാൽ എല്ലാ സമയത്തും ഹജത്താദാകേയും കടമാലും ഭയക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഷഹീദായത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു എന്താണ് ഹലക്കോട്ട, അതിൽ പാട്ടില് ഭയക്കോട്ട എന്ന്. മുഷിയും ഭയക്കോട്ട തലമിൽ ഷഹീദായോ, അവിടെയാണ് ഈ രണ്ടുപേരും ഷഹീദായിട്ടുള്ളത്. മൊയ്യാൻ കറമേലിൻ നാടോടടുത്തേറ്റം. കറമേൽ എന്ന് പറയുന്ന ഈ നാടിന്റെ അടുത്തുള്ള ഭയക്കോട്ട എന്ന സ്ഥലത്താണ് ഇവർ രണ്ടുപേരും ഷഹീദായിട്ടുള്ളത്. മാത്രമല്ല ഇവരെ മറവ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഷഹീദോരെ നല്ല ജനാസത്തും ഇറൻ വീടിൻ മുമ്പാകം കുർബാൻ മറയേത്തും. ഇറൻ വീട് പറഞ്ഞാൽ ഇറൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമായ പള്ളി. മാപ്പിളപ്പാട്ടിന് അർത്ഥം വെക്കുകയാണെങ്കിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് മാപ്പിളപ്പാട്ടിൽ, മാലപ്പാട്ടിലൊക്കെ പല പ്രയോഗങ്ങളും മാപ്പിള കവികൾ. ഇപ്പൊ മോയിൻകുട്ടി വൈദ്യര് ഉഹുദ് പടപ്പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഉഹുദ് പടപ്പാട്ടിന്റെ ചരിത്രം മോയിൻകുട്ടി വൈദ്യർക്ക് പറഞ്ഞു കൊടുത്തത് കോഴിക്കോട് ഖാദിയായ അബൂബക്കർ കുഞ്ഞി ഖാദിയാണ്. ഈ അബൂബക്കർ കുഞ്ഞി ഖാദിയുടെ പേര് പറയുമ്പോൾ കോഴിക്കോട്ടുകാരൻ എന്ന് ഉഹുദ് പടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ചിട്ടുള്ളത് മുറുകിക്കോട്. കോഴിക്കോട് എന്ന് പറയാൻ അദ്ദേഹം എഴുതി മുറുകിക്കോട്. മുറുകി എന്ന് പറഞ്ഞാൽ കോഴി എന്ന ഹിന്ദിയിൽ അർത്ഥം. അതിനെ നേരെ കോടിനോട് ചേർത്തു. എന്നിട്ട് മുറുകിക്കോട് എന്നാണ് മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ പല ഭാഷകൾ ചേർത്ത് ഒരു വാക്കുണ്ടാക്കും. ഇപ്പൊ വെള്ളപ്പൊക്കം 924 വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയുന്നൊരു പാട്ടുണ്ട്, ലൗകിക മഹാത്ഭുതമാല. ആ മാലയിൽ കുറെ സ്ഥലപ്പേര് പറയുന്നുണ്ട്. കോഴിക്കോട് കല്ലായിക്കയിൽ പറയുന്ന ഹജറായി,
കല്ലായി ഹജറായി. പരപ്പനങ്ങാടിക്ക് പരപ്പൻ സൂക്ക്, അങ്ങാടിയെ നേരെ സൂക്കാക്കി. ഞാൻ നാളെ പാടി പറയുന്ന ഇബ്രാഹിം നദി ഇങ്കിസപ്പാട്ട് അത് എഴുതിയ പൊന്നാനിക്കാരൻ. പൊന്നാനി എന്ന് പറയാൻ അതിൽ ഉപയോഗിച്ച് സ്വർണ്ണാനി, പൊന്നിനെ നേരെ സ്വർണ്ണാനി. ഇങ്ങനെ പല പ്രയോഗങ്ങളും മാപ്പിളപ്പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ രസകരമാണ് മാപ്പിളപ്പാട്ടിന് അർത്ഥം. ഏതായാലും ഇതിൽ പറയുന്നത് ഇവരെ രണ്ടുപേരുടെയും ജനാസ മറവ് ചെയ്തിട്ടുള്ളത് നല്ല ജനാസത്തും ഇറൻ വീടിൻ മുമ്പാകം കുറബാൽ മാറിയെത്തും. ഈ പള്ളിയുടെ ഇറൻ വീട് അള്ളാഹുവിന്റെ ഭവനമായി മസ്ജിദിന്റെ അടുത്താണ് ഇവർ രണ്ടുപേരെയും മറവ് ചെയ്തിട്ടുള്ളത് എന്ന് കവി ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് ദുആ ചെയ്യുകയാണ് കവി. ഓരോ ഭാഗം പറഞ്ഞിട്ടും ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി തരണമെന്ന് വളരെ സൂക്ഷ്മമായിട്ട് കവി ഇതിൽ എഴുതുന്നുണ്ട്. അയ്യോനെ ഈയോരാൽ എല്ലാ സമയത്തും ഹാജാത്താതാകെയും കടമാലും വിട്ടല്ലാ. ഈ രണ്ട് ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണം റഹ്മാനെ എന്ന് മാപ്പിളക്കവിയായ അഹമ്മദ് മുസ്ലിയാർ ഈ മാലപ്പാട്ടിൽ എഴുതി വെക്കുകയാ. എന്നിട്ട് കവിയുടെ സൂക്ഷ്മത പറയുന്നുണ്ട്. ഉരത്തെ ഷഹീദായേ വലിയായേ രണ്ടാളിൽ ഉള്ള ഇസ്മിന്നും കേട്ടും ഖിലാഫാദിൽ ശരിയായ നാമത്തെ അറിവെന്നിൽ കിട്ടാതിൽ ചൊന്നില്ല ഞാനും മോഷിത്തോരെ പേരീതിൽ. ഈ ശുഹദാക്കളുടെ പേര് എന്താണെന്നതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താന്നുള്ളത് ആർക്കും കൃത്യമായി അറിയൂല. അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ആ പേരുകളെ ഇതിൽ ചേർത്തിട്ടില്ല എന്ന് കവി വ്യക്തമായി പറയാ. ഉരത്തെ ഷഹീദായേ വലിയായേ രണ്ടാളിൽ ഉള്ള ഇസ്മിന്നും കേട്ടും ഖിലാഫതിൽ. അവർക്കുള്ള പേരിൽ പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ നാമത്തെ അറിവെന്നിൽ കിട്ടാതിൽ എന്താണ് സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള പേര് എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ചൊന്നില്ല ഞാനും ഓഷിത്തോരെ പേരീതിൽ. അവരെ പേരിനെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, അത് ഒഴിവാക്കി കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മാപ്പിളക്കവിയായ അഹമ്മദ് മുസ്ലിയാരുടെ സൂക്ഷ്മതയാണ്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ, ധാരാളം കറാമത്തുകൾ ഇതിൽ പറയുന്നുണ്ട്. ഉരയാനേ നാണീയം എല്ലാം വീളിപ്പാതിൽ ആമേഷീതോരും കെറമേലിൻ നിസ്മാതിൽ കുരുത്തേ ഷേഖീതോരെ ഹക്കാലും ഫളീനാൽ കേടും കീലശവും നമകളിൽ കാക്കല്ല. നല്ല ഷേഖീതോരും മുന്നാളും ഇന്നാളെ നാസോരിൽ കാട്ടിയിടൈ ഏറ്റം കാശിഫാലെ എല്ലാ ബലയിലും തേറും മുസീബാലെ ഏറ്റം ബഈദാക്കി കാക്കും ഷേഖീദാണോ. ഇവിടെ മറപെട്ട് കിടക്കുന്ന കറമേലിൽ മറപെട്ട് കിടക്കുന്ന ഷഹീദൈനി റളിയല്ലാഹു അൻഹും അവരുടെ കറാമത്തുകളാണ് ഇതിൽ പറയുന്നത്. ഷഹീദൈനി റളിയല്ലാഹു അൻഹുമാ അവരുടെ കറാമത്തുകളാണ് ഈ മാലപ്പാട്ടിൽ പറയുന്നത്. നല്ല ഷഹീദോരും മുന്നാളും ഇന്നാളെ നാസോരിൽ കാട്ടിയിടൈ ഏറ്റം കാശിഫാലേ. ഈ ശുഹദാക്കൾ മുമ്പും പിമ്പും, മുമ്പും ഇപ്പോഴും, മുന്നാളും എന്ന് പറഞ്ഞാൽ മുമ്പും, ഇന്നാളെ എന്ന് പറഞ്ഞാൽ ഇന്നും, മുമ്പും ഇന്നും നാസോരിൽ കാട്ടിടൈ. നാസോർ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ കാട്ടിടൈ ഏറ്റം കശുഫാലെ. ധാരാളം കറാമത്തുകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ബലയിലും തേറും മുസീബാലെ ഏറ്റം ബഈദ
ഈദാക്കി കാക്കും ഷഹീദാണോ. എല്ലാ ബലാകളും തേറും മുസീബാലെ. തേറും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന മുസീബത്തുകൾ. തേറുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരിക എന്നർത്ഥം. മാപ്പിള സാഹിത്യം, ഈ മാപ്പിളപ്പാട്ടുകളും മാലപ്പാട്ടുകളൊക്കെ നമ്മളതിന്റെ ഓരോ വാക്കർത്ഥങ്ങളും വെക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഇതിങ്ങനെ അർത്ഥം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെല്ലാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതാ പറയുന്നത്, എല്ലാ ബലാകളും പെട്ടെന്നുള്ള മുസീബത്തുകളും ഏറ്റം ബഈദാക്കി കാക്കും ഷഹീദാണോ. അതെല്ലാം വിദൂരത്താക്കി ഈ ശുഹദാക്കൾ കാക്കുന്നതാണ് എന്ന് ഈ മാലപ്പാട്ടിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലുള്ളവർ ഈ മഹാന്മാരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. എന്നും ഒരു ഫാത്തിഹയെങ്കിലും ഇവരുടെ പേരിൽ നമ്മൾ ചൊല്ലണം. അത് ഈ നാട്ടുകാർ നിർബന്ധമായും ചൊല്ലിയിരിക്കണം. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ. എന്നിട്ട് കവി പറയാ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഏറ്റവും നല്ലൊരു ഇടമാണ് ഈ മസാർ, ഈ മക്ബറ. കവി പറയുന്നുണ്ട്, പിള്ളകൾ ഇല്ലാതെ മാതാപിതാവോരിൽ പെരിയോനൂദക്കത്തിൽ ആക്കി കൊടുത്തോവർ. മക്കളില്ലാത്ത വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ശുഹദാക്കളുടെ ഹക്ക് കൊണ്ടവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. മക്കളില്ലാത്തവർ ഇവരോട് പറഞ്ഞാൽ, ഇവരോട് തേടിയാൽ, ഇവരെ തവസ്സുലാക്കി അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതിൽ സംശയമില്ല. അങ്ങനെ ധാരാളം ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ പാട്ടിലൂടെ മാപ്പിളക്കവിയായ അഹമ്മദ് മുസ്ലിയാർ നമ്മോട് പറയുന്നുണ്ട്. ഉമ്മമാര് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിൽ പ്രസവത്തിന്റെ വേദന വന്നാൽ, പ്രസവം സുഖപ്രസവമാവാൻ കുട്ടികളില്ലാതിരുന്നാൽ നമ്മൾ നഫീസത്ത് മാല പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എന്നതുപോലെ നമ്മൾ ഈ ഷഹീദൈനി മാല നിരന്തരമായി പാരായണം ചെയ്യണം. നഫീസത്ത് മാലയിൽ നമുക്ക് കാണാം, ശമിത്തോരു പേറ്റ് നൊമ്പലം പീഡിത്തേ. ഒരു സ്ത്രീക്ക് പ്രസവത്തിന്റെ പേറ്റ് നൊമ്പലം പിടിച്ചു എന്ന് പറഞ്ഞാൽ, നൊമ്പലം എന്ന് പറഞ്ഞാൽ പ്രസവ വേദന. പ്രസവത്തിന്റെ വേദനക്കാണ് നൊമ്പലം എന്ന് പറയുന്നത്. ക്ഷമിത്തൊരു സ്ത്രീക്ക് പേറ്റ് നൊമ്പലം പീഡിത്തേ. ശേഷി കെട്ട് 2 നാൾ വരെ ബേജാറിൽ നീലേത്തേ. സമയമിന്റെ ബീവിയിൽ നേർച്ചകളും കൂഫത്തെ. സാദിയം മോളി മുടിയും മുൻ അവളും പേറ്റേ. ഒരു സ്ത്രീക്ക് പ്രസവത്തിന്റെ വേദന വരികയും അതിനാൽ അവൾ ബുദ്ധിമുട്ടാവുകയും ചെയ്തപ്പോൾ നഫീസ ബീവിയുടെ പേരിൽ നേർച്ചയാക്കുന്നു. അങ്ങനെ ആ സ്ത്രീ സുഖമായ പ്രസവം ലഭിക്കുന്നു എന്ന് നഫീസത്ത് മാലയിൽ നമുക്ക് കാണാം. എന്നതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ദമ്പതിമാർക്ക് ഏറ്റവും നല്ലൊരു ഫലമുള്ള സ്ഥലമാണ് കറമേലിൽ മറപെട്ട് കിടക്കുന്ന ഷഹീദേ. ഈ ശുഹദാക്കളുടെ മക്ബറ പിള്ളാഹകൾ ഇല്ലാതെ മാതാപിതാവോരിൽ പെരിയോൻ ഊദക്കത്തിൽ ആകെ കൊടുത്തോവർ. കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളെ നൽകിയിട്ടുണ്ട് ഈ ശുഹദാക്കളുടെ ഹക്ക് കൊണ്ട് എന്ന് ഇതിൽ കവി പറയുന്നുണ്ട്. ചൊല്ലേ ഷഹീദോരെ ഹക്കാലും എല്ലാരിൽ ചുരുക്ക് നിഅമത്തും സന്തോഷം നൽകല്ലാ. ഈ ശുഹദാക്കളെ കൊണ്ട് എല്ലാവർക്കും നീ നിഅമത്തും സന്തോഷവും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം കറാമത്ത് എല്ലാം നമുക്ക് ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത്രയും പറയാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ഈ നാട്ടുകാര് ഇവരാരാണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അത് പഠിച്ചെങ്കിലേ നമുക്ക് ഇവരുടെ അടുത്ത് വന്ന് ആത്മാർത്ഥമായി ചോദിച്ചാൽ കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് അത്രയും കറാമത്തുകൾ ഈ മാലപ്പാട്ടിൽ ഇവരെ കുറിച്ച് എഴുതി വെച്ച് എല്ലാ
എല്ലാം പാടിയിട്ട് നമുക്ക് പറയാൻ ഇന്ന് സമയം ഉണ്ടാവില്ല. അത്രയുണ്ട്, അത്രയും എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മജ്ലിസ് അല്ലാഹു തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മജ്ലിസായി സമയമായി ഇതിനെ നമ്മിൽ നിന്ന് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. മാലയിൽ പറയാം, ഒരു ഫേരൻ കാഫീറും കിണറും കൂഷിത്താനെ ഒക്ക നൂറഞ്ഞുള്ളേ കല്ലും താരിത്താനെ കരുത്താൽ ഷഹീദോരിൽ നദറും ഊരത്താനെ കല്ലിന്ന് തോട്ടേയും അന്നേരം ഇട്ടോവർ ധരിത്തുള്ളേ കല്ലാകൈ പൊട്ടിപ്പിളർദാനെ തണ്ണീനൂറവായും കിണറും നുരഞ്ഞാനെ നുരഞ്ഞുള്ള തണ്ണീയും പരിശത്തുമ്പേനേലിൽ നിപ്പാതിലേറ്റം കുറവില്ല എന്നതിൽ. ചരിത്രം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു അന്യമതസ്ഥരിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു കിണർ കുഴിക്കുകയാ. ആ കിണർ കുഴിച്ചപ്പോൾ അതിൽ വലിയ വലിയ കല്ലാ കാണുന്നത്, വെള്ളം കാണുന്നില്ല. ആ സമയത്ത് ഇവിടെയുള്ള ഷഹീദൈനി 2 ശുഹദാക്കളുടെ പേരിൽ അവർ നേർച്ചയാക്കുകയാ. ഒരു പേരൻ കാഫീറും കിണറും കൂഷിത്താനെ ഒക്കാനൂറഞ്ഞുള്ളേ കല്ലും താരിത്താനെ. ആ കിണറിൽ വലിയ വലിയ കല്ലുകളാ കാണുന്നത്, വെള്ളം കാണുന്നില്ല. അപ്പോഴാണ് കരുത്താൽ ഷഹീദോരിൽ നദറും ഊരത്താനെ കല്ലിനും തോട്ടേയും അന്നേരം ഇട്ടോവ. ആ അന്യമതസ്ഥരിൽപ്പെട്ട സഹോദരൻ ഇവിടെ കിടക്കുന്ന ശുഹദാക്കളുടെ പേരിൽ നേർച്ച നേരുകയാ. എന്നിട്ട് ആ കല്ലിന്റെ മുകളിലേക്ക് തോട്ടയിടുന്നു. തോട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്ല് പൊട്ടിക്കുമ്പോൾ ഇടുന്ന സാധനമാണ്, പൊട്ടിക്കുന്ന സാധനമാണ്. ആ തോട്ടയിട്ട് കല്ലങ്ങ് പൊട്ടിച്ചപ്പോൾ തരിത്തുള്ളേ കല്ലാകൈ പൊട്ടിപ്പിളർദാനെ തണ്ണീനൂറവായും കിണറും നൂരഞ്ഞാനെ. തോട്ടയങ്ങ് പൊട്ടിച്ചപ്പോൾ ആ കിണറിൽ വെള്ളമങ്ങ് പൊങ്ങി നുരഞ്ഞ് പൊങ്ങുകയാ. മാത്രല്ല പാട്ടില് പറയുന്നുണ്ട്, നുരഞ്ഞുള്ളേ തണ്ണീയും പരിശത്തുമ്പേനയിൽ നിഫാദിലേറ്റം കുറവില്ല എന്നേതി. ആ വെള്ളം വരുഷത്തും വേനലിലും, വരുഷകാലത്തും വേനലിലൊക്കെ ആ വെള്ളം അങ്ങനെ എന്നും നിലനിന്നു പോയി. ഈ ശുഹദാക്കളുടെ കറാമത്താണ് അവർക്ക് നേർച്ച നേർന്നത് കാരണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ശുഹദാക്കൾ ചില്ലറക്കാരല്ല. ഇവിടെയുള്ള ശുഹദാക്കളുടെ പേരും പെരുമയും അത് വലിയ വലിയ കറാമത്തിന്റെ ഉടമകളാണ് എന്നുള്ളത് നാം ഈ മനസ്സിലാക്കണം. ഈ ഇത്തരം മാലപ്പാട്ടുകളും ചരിത്രങ്ങളൊക്കെ, ഈ ചരിത്രമല്ലാതെ വേറെ ചരിത്രം ഇവിടെ ഇതിനെ കുറിച്ച് എഴുതിയുണ്ടോ? ഈ ശുഹദാക്കളെ കുറിച്ച് ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം മാലപ്പാട്ടുകളിലും മാപ്പിളപ്പാട്ടുകളിലുമാണ് പഴയകാല ചരിത്രങ്ങൾ കവികൾ എഴുതി വെക്കാറുള്ളത്. ഇത്തരം കറാമത്തുകളും ചരിത്രങ്ങളൊക്കെ ഇത്തരം മാലപ്പാട്ടുകളിലെ നമുക്ക് കാണാൻ കഴിയും. മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം, മുഹീദ്ദീൻ മാല, റിഫായി മാല, നഫീസത്ത് മാല തുടങ്ങിയ 80ഓളം മാലകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ പഠനം തന്നെ മാപ്പിളപ്പാട്ടും മാലപ്പാട്ടും ഞാൻ അതിലാണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 600-ലധികം അറബി മലയാള ഗ്രന്ഥങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ 80-ലധികം മാലപ്പാട്ടുകളാണ്, 100-ലധികം കിസ്സപ്പാട്ടുകളാണ്. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മളെ ദൗത്യം. എല്ലാവരും നമ്മളൊക്കെ ഈ മാലപ്പാട്ടിനെ കുറിച്ച് പഠിക്കണം. വരും തലമുറക്ക് ഇത് കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരു വിശദീകരണം എഴുതി പുറത്തിറക്കണം.
ഈ മാലപ്പാട്ടിന്റെ ചരിത്രവും ഇതിന്റെ വാക്കർത്ഥവും ഒക്കെ എഴുതിയിട്ട് ചരിത്രമൊക്കെ എഴുതിയിട്ട് ഒരു പുസ്തകമാക്കി കന്നഡയിൽ പുറത്തിറക്കിയാൽ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വെച്ചു അല്ലാഹു തആല നമ്മളൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മളെ മക്കളും വേറെ കുട്ടികളൊക്കെ വരുമ്പം ഇവരാരാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചരിത്രം നമ്മൾ ഇന്ന് ചെയ്തു വെക്കണം, എങ്കിലേ ഇത് വരും തലമുറക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിക്കാരോട് ഞാൻ പറയാം, ഇവിടെയുള്ള ഉസ്താദ് മാഷാ അല്ലാഹ് ജുനൈദ് ഉസ്താദ് ഇതിനു വേണ്ടി പ്രയത്നിച്ച ആളാണ്. ജുനൈദ് ഉസ്താദിന്റെ പ്രയത്നമാണ് ഇന്ന് ഇങ്ങനെ ഇവിടെ പാടി പറയാൻ തന്നെ കാരണം. എനിക്കത് അയച്ചു തന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ മാലപ്പാട്ടുണ്ട്, ഇതൊന്ന് ഇതിന്റെ ആശയങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് അതിനെ കുറിച്ച് പറയാലോ. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് പാടി പറയുമെന്ന് വെച്ചു. അങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട്, ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു കന്നഡ ഭാഷയിൽ നല്ലൊരു ചരിത്ര പുസ്തകമാക്കി ഇതിനെ പ്രിന്റ് ചെയ്തിറക്കണം, വരും തലമുറക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഈ മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. തരമേ തിജാറത്തും ചെയ്യുന്ന ആളോർക്ക് തികവായ ലാഭങ്ങൾ ഏറ്റും ഷഹീദാണോർ. ഉന്നാൻ ശയാത്തീനും ഭൂതാപിശാചിനും അവധീരം ആയോരിൽ ഹോമങ്ങൾ ചെയ്താരേ പിന്നും ഇലാജയും ഏറ്റം തൽസമാവും പറയാനീസമായും ചെയ്തേറ്റം ഉന്നേര ഒന്നും ഫലിയാതെ കണ്ടുള്ള പേരെയും വളരെ മോക്കാമിന്റെ ഇടംബാരെ കൊണ്ടോവർ അന്നേരം ആളോര് പെട്ടേഷയാത്തിനും ആകെയിൽ മാറ്റിക്കൊടുത്തോ ഷഹീദാണോ. എന്താ ഈ ഭാഗത്ത് പറയുന്നത്? കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക്, തരമേ തിജാറത്തും ചെയ്യുന്ന ആളോർക്ക്, കച്ചവടവും ബിസിനസ്സും ചെയ്യുന്ന ആളുകൾക്ക് ഈ മക്കാമ് തികവായ ലാഭങ്ങൾ ഏറ്റവും ഷഹീദാണോ. ഈ മക്കാമുമായി കണക്ഷൻ ഉണ്ടായാൽ, ഇവിടേക്ക് നേർച്ച നേർന്നാൽ, ഇവരുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ അവരുടെ തിജാറത്ത് കച്ചവടവും ബിസിനസ്സിനൊക്കെ വലിയ പുരോഗതിയും ലാഭവും ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ശേഷം പറയുന്നത്, ശൈത്താൻ കയറിയ ഒരു മനുഷ്യൻ, ഷെയ്ത്താൻ കയറിയ ഒരാള്, ഭൂതം പിശാച് കയറിയ ഒരാള്, അദ്ദേഹത്തിന് ധാരാളം ചികിത്സ കൊടുക്കുകയാണ്. ധാരാളം ആളുകളുടെ അടുത്തുകൊണ്ട് തൽസമാത്തും അതുപോലെ മറ്റുള്ള ചികിത്സയും കൊടുത്തു, മാറിയില്ല. അവസാനം ആ ഷെയ്ത്താൻ കയറിയ ആളെ ഈ മക്കാമിൽ കൊണ്ടുവരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങുകയാ. ഉന്നാൻ ശയാത്തീനും ഭൂതപിശാചിയും അവധീരം ആയോരിൽ ഹോമങ്ങൾ ചെയ്താരേ. എന്താ പറഞ്ഞത്? ശൈത്താൻ കയറിയ ഒരാള്, അദ്ദേഹത്തിന് ധാരാളം ചികിത്സകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു. പിന്നും ഇലാജിയും ഏറ്റവും തൽസമാവും പറയാനിസ്മായും ചെയ്തേറ്റം അന്നേരേ. ധാരാളം അസ്മാ തൽസമാത്ത് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചികിത്സകൾ ചെയ്തു, ഫലിച്ചില്ല. ഒന്നും ഫലിയാതെ കണ്ടുള്ള പേരെയും വളരെ മോകാമിന്റെ ഇടംബാരെ കണ്ടോവർ. ധാരാളം ചികിത്സകൾ ചെയ്തിട്ട് ഫലിക്കാതെയായപ്പോൾ അവസാനം നമ്മുടെ ഈ മക്ബറയിൽ ഷഹീദൈനി മക്കാമിൽ കൊണ്ടുവരികയാണ്. അന്നേരം ആളോരിൽ പെട്ടേഷയാത്തീനും ആകെയിൽ മാറ്റി കൊടുത്തോരു ഷഹീദാണോ. ശൈത്താൻ കയറിയ മനുഷ്യന് ഈ മക്കാമിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഈ മക്കാമിലുള്ള ശുഹദാക്കളുടെ ചാരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ശൈത്താൻ ഇറങ്ങിപ്പോയി എന്ന മാലയിൽ പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ ശുഹദാക്കളെ കൊണ്ട് നന്നാക്കി തരണം റഹ്മാനെ.
ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വല്ല മാറാവ്യാധികളുടെ രോഗങ്ങളുടെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇവിടെയുള്ള 2 ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം റഹ്മാനെ. നീ കരിച്ചു കളയണം റഹ്മാനെ. മാറാവ്യാധികൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. കീറിമറിക്കുന്ന രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ചതഞ്ഞെറിഞ്ഞുകൊണ്ടുള്ള ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. മരിക്കുന്ന സമയം കാമിലായി ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഖൽബിലെങ്കി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. നീ ഭാഗ്യം തരണം റഹ്മാനെ. അതിന് ഈ മജ്ലിസിനെ കാരണമാക്കി തരണം റഹ്മാനെ. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഇവിടുത്തെ ശുഹദാക്കൾ ചില്ലറക്കാരല്ല. ഇവരുടെ വളർമ്മ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ പാടിപ്പറഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാവൂ എന്താന്നുള്ളത്. ധാരാളം ഈ മാലപ്പാട്ടിൽ കറാമത്തുകളെ പറയുന്നു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, ഇവിടെ എന്തായിരുന്നു നേർച്ച ചെയ്തിരുന്നത്, എന്തെല്ലാം കൊടുത്തിരുന്നു, എന്തെല്ലാം ഇവിടെ നിന്ന് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം പറയാം, ഇവിടെയിൽ ആളോ ഒരു പശുവിന്റെ കുട്ടിയും അരിയും കൂലി എന്ന അസതും കൊണ്ടോടെയും വിവരം മാറിന്തവർ കുടിപ്പെട്ട് കുട്ടിയും ബിണ്ട് ഷഹീദോരിൽ നേർച്ചാക്കി ബിണ്ടോവർ ജീവനാശം ഇല്ലാതെ വിട്ടോടി കുട്ടിയെ ജോക്കിയെടുത്തോരും നന്നയിൽ പോറ്റിയെ വിവരം മൂരൈ പോലെ നേർച്ചോരും തട്ടിയെ ബന്നം മാറിയൂവിൻ കഷ്ഫും ഷഹീദോരേ. ഒരു പശുവിന്റെ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ട്, അത് അടുത്ത ചരിത്രം. ഒരു പശുവിന്റെ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോയി. ഇവിടെയിൽ ആളോ ഒരു പശുവിന്റെ കുട്ടിയും അരിയും പുലി എന്ന അസതും കൊണ്ടോടെയും. പുലി ആ പശുവിന്റെ കുട്ടിയെ എടുത്തോടി. ആ സമയത്ത് വിവരം അറിന്തവർ കുടിപ്പെട്ട് കുട്ടിയും ബിണ്ട് ഷഹീദോരിൽ നേർച്ചാക്കി ബിണ്ടോവർ. നമ്മുടെ ഈ മക്കാമിൽ കിടക്കുന്ന 2 ശുഹദാക്കളുടെ പേരിൽ അവർ നേർച്ചയാക്കുകയാണ്. നേർച്ചയാക്കി പറഞ്ഞപ്പോൾ നേർച്ചയാക്കി ബിണ്ടോവർ. നേർച്ചയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ജീവനാശം ഇല്ലാതെ വിട്ടോടി കുട്ടിയെ ജീവനാശം ഇല്ലാതെ വിട്ടോടി കുട്ടിയെ ജോക്കിയെടുത്തോരും നന്നേയിൽ പോറ്റി. ആ പശുവിന്റെ കുട്ടിക്കൊരു ജീവനാശവും സംഭവിക്കാതെ ആ പുലി ആ കുട്ടിയെ ഇട്ട് ഓടുകയാ. ഈ മക്കാമിലേക്ക് നേർച്ച നേർന്ന ഫലം കൊണ്ട് പുലി ആ പശുവിന്റെ കുട്ടിയെ ഒന്നും ചെയ്യാതെ അതിനെ ഇട്ട് ഓടുകയാ. കുട്ടിക്ക് ജീവനാശം സംഭവിച്ചില്ല. ജീവനാശം ഇല്ലാതെ വിട്ടോടി കുട്ടിയെ ജോക്കിയെടുത്തോരും നന്നേയിൽ പോറ്റിയെ വിവരം ഓരേ പോലെ നേർച്ചോരും തട്ടിയെ ബന്നം മാറിയൂവിൻ ബന്നം മാറിയൂവിൻ കഷ്ഫും ഷഹീദോരേ. ആ പശുവിന്റെ കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ മക്കാമിലേക്ക് നേർച്ച നേർന്നത് കാരണം ആ പുലി പശുവിന്റെ കുട്ടിയെ ഇട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഇവിടെയുള്ള ശുഹദാക്കളുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി പറയുകയാണെങ്കിൽ നേരം വെളുക്കോളം പറയാണ്ടാവും. നമുക്ക് ഇവിടെ തങ്ങളപ്പ് വരാണ്ട് ദുആ ചെയ്യാണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ഭാഗം പറഞ്ഞ് ബർക്കത്തിന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നിങ്ങൾ ആരാണ് ഈ ശുഹദാക്കൾ എന്ന് മനസ്സിലാക്കണം. ശുഹദാക്കൾ ചില്ലറക്കാരല്ല. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ശരീരം ദീനിന് വേണ്ടി ചിലവഴിച്ച ആളുകൾ. നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ആഴ്ച മലപ്പുറം പട പാടി പറഞ്ഞു. ആ മലപ്പുറം പടയിൽ മലപ്പുറം പട എന്ന് പറയുന്നത് മലപ്പുറത്തെ പള്ളി പൊളിക്കാൻ വേണ്ടി പാറന്നമ്പിയുടെ ആളുകൾ വന്നപ്പോൾ
ആ പാറന്നമ്പിയുടെ ആളുകളോട് ഏറ്റുമുട്ടിയ 44 ശുഹദാക്കളുടെ ചരിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മലപ്പുറത്തെ സാധാരണക്കാരായ ആളുകൾ. ആ പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട് ധാരാളം ശുഹദാക്കളുടെ ചരിത്രം. പള്ളിയുടെ ഉള്ളിൽ നിന്ന് മായി യൂസുഫ് മുസ്ലിയാർ മലപ്പുറത്തെ ശുഹദാക്കളുടെ ആ മുസ്ലിങ്ങളുടെ നേതാവാണ്. മൂപ്പര് പറയാ, പള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ പള്ളി പൊളിക്കാൻ വന്നിട്ടുണ്ട്, നമ്മൾ അവരോട് നമ്മളെ സമ്പത്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. നമ്മളെ സ്വത്തും സമ്പത്തൊക്കെ നിങ്ങൾക്ക് തരാം, ഞങ്ങളെ എല്ലാം നിങ്ങൾക്ക് തരാം. സ്ത്രീകളടക്കമുള്ള ആളുകൾ 3-4 പ്രാവശ്യം അവിടെയുള്ള രാജാവിനോട് പാറന്നമ്പിയോട് പോയി പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തും സ്വത്തൊക്കെ നിങ്ങൾക്ക് തരാം, പക്ഷേ ഞങ്ങൾ ആരാധിക്കുന്ന പള്ളി, ഞങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഈ ഭവനം അത് തൊടാൻ പറ്റൂല. അങ്ങനെ പലവട്ടം ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പള്ളി പൊളിക്കാൻ വന്ന ആളുകളോട് അവർ ചെറുത്തുനിൽപ്പിന് തയ്യാറാവും. എന്നിട്ട് ആ സമയത്ത് മായി യൂസുഫ് എന്ന് പറയുന്ന മുസ്ലിയാർ പറയുന്നുണ്ട് പള്ളിയുടെ ഉള്ളിലുള്ള ആളുകളോട്, ഇനി ഇവരോട് ഏറ്റുമുട്ടല്ലാതെ നിവൃത്തിയില്ല, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകണം, ഭാര്യ വീട്ടിൽ കൊണ്ടുപോയാക്കണം, ഉമ്മാനോടും വാപ്പാനോടും സമ്മതം വാങ്ങി വരണം, വസിയത്ത് എഴുതി വെക്കണം, എന്തെല്ലാം കടമുള്ളവർ അത് വീട്ടിലിട്ട് വരണം. ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ പോയി തിരിച്ചു വരണം. എന്തിനു വേണ്ടിയിട്ട്? കല്യാണത്തിന് വരാനല്ല, പള്ളി സംരക്ഷിക്കാൻ വരണം, പള്ളി സംരക്ഷിക്കാൻ വരണം. എന്നിട്ട് അവരെന്തിനാ അവനെ തിരിച്ചു പോകാനാണോ? ഭാഗ്യണ്ട്, ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ അവിടെ വെച്ച് ഷഹീദാകും. ഇതാണ് ശുഹദാക്കൾ. അവരെന്തിനു വരുന്നതാ? ജീവൻ ദീനിന് വേണ്ടി കൊടുക്കാൻ, അവരുടെ ജീവിതം ദീനിന് വേണ്ടി ബലിയർപ്പിക്കാൻ, അവരുടെ ജീവിതം ബദരീങ്ങളും മുഹ്ദീങ്ങളും അവരുടെ ജീവൻ മുത്തുനബിക്ക് വേണ്ടി സമർപ്പിക്കാൻ വന്നവരാണ്. അവരാണ് ശുഹദാക്കൾ. അവർക്ക് വേറെ ചിന്തല്ല. അവർക്ക് നാളെ ജീവിക്കണല്ലോ, നാളെ ഭക്ഷണം കഴിക്കാൻ നമ്മള് സമ്പത്തുമാണല്ലോ, ജോലിക്ക് പോകണല്ലോ, ആ ചിന്ത ഒന്നും അവർക്കില്ല. അവർക്ക് ഷഹീദാവണം, സ്വർഗത്തിൽ പോകണം. ഇതാണ് ശുഹദാക്കൾ. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ധാരാളം ആളുകളെ പേര് ആ പാട്ടിൽ പറയുന്നുണ്ട്. അതിലൊരു ഒരു ഷഹീദിന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുക, ഞാൻ പള്ളി സംരക്ഷിക്കാൻ പോവാണ്, ആരാണ് എന്റെ കൂടെ ഷഹീദാകാൻ പോരുന്നത്? ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ, കല്യാണം പോലും കഴിച്ചിട്ടില്ല, അദ്ദേഹം പറയാ, വാപ്പാ ഞാൻ ആദ്യം ഷഹീദാകാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് നടന്നു വന്ന ആളുകളാ മലപ്പുറം ശുഹദാക്കൾ. മറ്റൊരു ഷഹീദിന്റെ ചരിത്രം പറയുന്നുണ്ട്. ചെറുപ്പക്കാരനാണ്, ഭാര്യ ചെറുപ്പക്കാരിയാണ്. അവളോട് ചെന്നിട്ട് സമ്മതം വാങ്ങാണ്, ഞാൻ പള്ളി സംരക്ഷിക്കാൻ പോവാണ്, ഇനി തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല. ആലോചിച്ച് നോക്കി, ഈമാമാണ് പറയണമെങ്കിൽ അത് പറയാൻ ഈമാൻ വേണം. നമ്മളെ ഈ കാലത്തൊക്കെ ഉണ്ടല്ലോ, ഓല് പൊളിക്കാണ് പൊളിച്ചോട്ടെ, നമ്മള് വേറെ സ്ഥലത്ത് പോയി പെരച്ച് വാർക്കാന്ന് പറയും, നമ്മളോടൊന്ന് സ്ഥലം കാലിയാക്കും. മലപ്പുറം ശുഹദാക്കൾ അങ്ങനെയല്ല. അവര് വീട്ടിൽ പോയി ചെറുപ്പക്കാരിയായ ഭാര്യയോട് പറയാണ്, ഞാൻ പള്ളി സംരക്ഷിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇനി കണ്ടോളന്നില്ല, തിരിച്ചു വന്നോളന്നില്ല. ഈ സമയത്ത് ചെറുപ്പക്കാരിയായ ഭാര്യ പറയുന്നുണ്ട്, നമുക്ക് ഒരു ചെറിയ കുട്ടിയാണുള്ളത്, അവൻ കിടന്നുറങ്ങാം, അവനൊന്ന് എഴുന്നേറ്റ് നിങ്ങളെ മുഖമൊന്ന് കണ്ടോട്ടെ അവസാനമായിട്ട്, എന്നിട്ട് പോയാ പോരെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ മകൻ ഉണർന്ന് എന്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് പള്ളി സംരക്ഷിക്കാൻ പോകാൻ കഴിയൂല, അതുകൊണ്ട് അവനെ ഞാൻ ആഖിറത്ത് വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞ് ആയുധവുമായി പള്ളിയിലേക്ക് ഓടിയ ശുഹദാക്കളാണ് മലപ്പുറത്തെ ശുഹദാക്കൾ. പഠിക്കണം, ശുഹദാക്കൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ശുഹദാക്കൾക്ക് വലിയ പവർ കൊടുക്കുന്നത്. അല്ലാഹു തആല ശുഹദാക്കൾക്ക് വലിയ പോരിശ നൽകുന്നത്. അവർക്ക് ജീവിതം പ്രശ്നമല്ല, അവർ മുത്തുനബിക്ക് വേണ്ടി ജീവിച്ചവരാണ്, ദീനിന് വേണ്ടി ശരീരം കൊടുത്തവരാ. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഖദിൽ പറയുന്നുണ്ട്. ആരാണ് ഹംദല റളിയല്ലാഹു അൻഹു? ഹർബിൻ നീദാ കേൾക്കെ ഹംദല തങ്ങൾ അറയിലൊരുങ്കിപ്പാലെ ചൊങ്കിലിരിപ്പൊതിൽ മങ്കയട തരുൾ തങ്ങൾ വിരുത്തിയറിയിടവേ ചങ്കർ ഹബീബ് ഷഹീദവരോ തരുളവരോ ഇറങ്ങിയതാ വിളി കേട്ടിടവേ കേട്ട് ഇത്താനമിനിത്തിരി പോലും വരിത്തമെ സാധ്യമതല്ല പൂവേ കേട്ട് ഇത്താനമിനിത്തിരി നേരമിരിത്തമെ സാധ്യമതല്ല പൂവേ
ചേരാ കാണാം ഹയാത്താലെ ഞാനിങ്ക് വന്നാൽ കണ്ടില്ല എങ്കിൽ സുവർഗത്തിലൊന്നാ. ആരാ? ഹംദല റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ രണഭൂമിയിൽ ഷഹീദായ ശുഹദാ ആണ്, ഷഹീദാണ് ഹംദല റളിയല്ലാഹു അൻഹു. അവരെവിടുന്നാ പോകുന്നത് നമ്മളെ ഖൽബ് കൊണ്ട് കേൾക്കണം. മുത്തനബി തങ്ങൾ ഉഹദിലേക്ക് വിളിച്ചപ്പോൾ ഹംദല റളിയല്ലാഹു അൻഹു ആദ്യ രാത്രിയാണ്, കല്യാണം കഴിഞ്ഞ ദിവസം. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കുന്ന സമയമാണ്, ആദ്യ രാത്രിയാ. ഈ സമയത്താണ് ഹംദല റളിയല്ലാഹു അൻഹു ഉഹദിലേക്കുള്ള വിളിയാളം കേൾക്കുന്നത്. രാത്രിയിൽ അവർ സംസാരിച്ചിരുന്ന് സുബഹിയോടടുത്ത സമയമാണ് ഇത് കേൾക്കുന്നത്. എഴുന്നേറ്റ് കൊണ്ട് മണിയറയിൽ നിന്ന് ഓടുകയാ ഹംദല റളിയല്ലാഹു അൻഹു. മുത്തുനബി വിളിച്ചിട്ടുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ കഴിയൂല. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി കേട്ടിട്ട് സ്വന്തം ഭാര്യയെ ആദ്യമായി കിട്ടിയ ദിവസം ആ മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടുകയാ. ഹർബിൻ മീതാ കേൾകെ തങ്ങൾ അറയിൽ ഈരിപ്പാലെ ചൊങ്കിൽ അറയിലിരിക്കുകയാ. എന്നിട്ട് ആ സമയത്ത് ഭാര്യയോട് പറയുന്നുണ്ട്, കാണാം ഹയാത്താലെ ഞാനിങ്ക് വന്നാൽ, ഞാൻ തിരിച്ചു വരികയാണ്, നമുക്ക് കാണാം. ഭാര്യനോട് പറഞ്ഞ തിരിച്ചു വരികയാണെങ്കിൽ കാണാം, കണ്ടില്ല എങ്കിൽ സുവർഗത്തിലൊന്നാ, ഇനി വന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തുനിന്ന് കാണാം എന്ന് പറഞ്ഞ് ആ മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ ഹംദല റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് അബൂ സുഫിയാനെ വധിക്കാൻ വേണ്ടി അബൂ സുഫിയാന്റെ ശരീരത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നൊരു ശത്രു വന്ന് വെട്ടുകയാ. ഉഹദിന്റെ രണഭൂമിയിൽ പിടഞ്ഞ് ഹംദല റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാ. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അള്ളാന്റെ റസൂല് പറയാ സ്വഹാബത്തിനോട്, സ്വഹാബ, ഹംദലയുടെ ശരീരം, ഹംദലയുടെ ജനാസ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. ഹംദലയുടെ ജനാസ 7-ാം ആകാശത്ത് വെച്ച് മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ശുഹദാക്കളുടെ ജനാസ കുളിപ്പിക്കേണ്ടതില്ല എന്നാണ് മതവിധി. പക്ഷേ ഹംദലയുടെ ജനാസ ആകാശത്ത് വെച്ച് മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്ത് ചോദിക്കുക, എന്താ നബിയെ കാരണം? ശുഹദാക്കളെ കുളിപ്പിക്കണ്ടല്ലോ. ഈ സമയത്ത് മുത്തുനബി പറയാ, ആ കാരണം പറയണമെങ്കിൽ ഭാര്യയോട് എന്നെ ചോദിക്കണം. ഭാര്യയെ വിളിപ്പിച്ചു, ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഹംദലയെ കുളിപ്പിക്കാൻ കാരണം? ഈ സമയത്ത് ഭാര്യ പറയുന്നുണ്ട്, നബിയേ, എന്റെ ഹംദല ഉഹദിലേക്ക് വരുമ്പോൾ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മണിറയിൽ ഞങ്ങൾ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിയാളം കേൾക്കുന്നത്. മുത്തുനബി വിളിച്ചു എന്നറിയുന്നത് ആ സ്പോട്ടിൽ, ആ ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് ഞാൻ ഹംദലയുടെ കൈ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമോ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാ, അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ബന്ധപ്പെട്ടിട്ട് പോവാ എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് കുളിക്കാൻ പോലും സമയം കിട്ടാതെയാണ് നബിയെ എന്റെ ഭർത്താവ് ഹംദല ഉഹദിലേക്ക് ഓടിയിട്ടുള്ളത്. ആ ഹംദലയാണ് ഉഹദിൽ വെച്ച് ഷഹീദായിട്ടുള്ളത്. ആ ഹംദലയുടെ ജനാബത്ത് കുളിയാണ് മലക്കുകൾ കുളിപ്പിച്ചിട്ടുള്ളതെന്ന് ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മുത്തുനബിയോട് പറയുകയാണ്. ഇതാണ് ശുഹദാക്കൾ. അവർ ദീനിന് വേണ്ടി, നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ജീവൻ നൽകിയവരാ. അവർക്ക് നാളെയുള്ള ജീവിതം പ്രശ്നമല്ല, അവർക്ക് നാളെ എന്ത് എന്നുള്ളത് വിഷയമല്ല. അവർ ദീനിന് വേണ്ടി ജീവൻ നൽകിയ ആളുകളാ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവർക്ക് ധാരാളം പദവികൾ നൽകുന്നതാണ്. അവർക്ക് പ്രത്യേക പദവിയും പോരിഷയും അല്ലാഹു തആല ശുഹദാക്കൾക്ക് നൽകുന്നതാണ്. ഉഹദ് പടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ ഇതുപോലെയുള്ള ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് ഉഹദ് പാടി പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ പാടി പറയണേ എന്തിനാ? നമുക്ക് ഇങ്ങനെ ഈമാൻ കൂടണം. ഇതിങ്ങനെ കേട്ടിട്ട് നമുക്ക് ഈമാൻ കൂടണം. പഠിച്ചവനെ ഓരൊക്കെ ജീവൻ കൊടുത്തിട്ട് നമുക്ക് ദീന് കിട്ടിയിട്ടുള്ളത്. ഈ ഇസ്ലാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അവരൊക്കെ ചോര കൊടുത്തിട്ടാ, അവര് ശരീരം കൊടുത്തിട്ടാ, അവർ അവയവങ്ങൾ കൊടുത്തിട്ട്
കൊടുത്തിട്ടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അവരനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഈമാൻ നമുക്ക് അടിയുറച്ചു നിൽക്കണം. അതിനുവേണ്ടിയാ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ പറയുന്നത്. മാലയിൽ പറയുന്നുണ്ട്, തിട്ടം ഒരാളിൽ നിന്നെ രണ്ടിനും കണ്ണിൻ നിന്നെ തുടങ്ങിയ ദീനം ഭാരതത്തിൽ ആയെന്ന് ഉറ്റാന ദൃഷ്ടിയും നടർവോരെ പേരിന് ഉദവിൽ മുഈനോന്റെ സുഖമാക്കി വിട്ടോവർ ഈ ഊരിൽ ഉള്ളോരു പെത്തോളും പെറ്റുള്ളേ ഔലാദിൻ കൂട്ടത്തിൽ ദീനം പേരുത്തുള്ളേ തായോരും ചൊന്നേശേ ഇതോരെ പേരാലേ തൊട്ടിയും കുട്ടിയും പൊന്നാലും നേർന്നാലേ ആയോരിൽ ബന്ധുള്ളേ ദീനങ്ങൾ അപ്പോളെ ആകെയിൽ മാറ്റി സുഖമാക്കി വിട്ടോവ. രണ്ട് ചരിത്രമാണ് ഇവിടെ പറയുന്നത്. കണ്ണിന് സുഖമില്ലാത്ത ആൾക്ക് ഇവിടെ വന്നത് കൊണ്ട് കണ്ണിന് സുഖം കിട്ടിപ്പോയി, കണ്ണിന് ശിഫ കിട്ടിപ്പോയി. മറ്റൊരു ചരിത്രം പറയുന്നത്, ഈ നാട്ടിലുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് പ്രസവിക്കുകയാ. ആ പെണ്ണിന്റെ കുട്ടിക്ക് വലിയ രോഗം ബാധിക്കുന്നു. ഈ ഊരിലുള്ളോരോ പെത്തോളും പെറ്റുള്ളേ ഔലാദിൻ കൂട്ടത്തിൽ ദീനം പേരുത്തുള്ളേ. ആ പ്രസവിച്ച കുട്ടിക്ക് വലിയൊരു അസുഖം ബാധിക്കുകയാ. അങ്ങനെ ആ പെണ്ണെന്ത് ചെയ്തു? തായോരും ചെന്നേ ഷേഖീദോരെ പേരാലേ തൊട്ടിയും കുട്ടിയും പൊന്നാലും നേർന്നാലേ. ആ അസുഖമുള്ള കുട്ടിയുടെ ഉമ്മ, തായോർ എന്ന് പറഞ്ഞാൽ ഉമ്മ. സയ്യിദ് അവറുകൾ വരുന്നുണ്ട് നമ്മുടെ സദസ്സിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്ർ ദുആ മജ്ലിസിന് നേതൃത്വം നൽകാൻ സയ്യിദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മാല പൂർണ്ണമായി പാടിപ്പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഒരു അവസരത്തിലാകാമെന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് രണ്ട് ചരിത്രവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, പ്രസവിച്ച കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ആ ഉമ്മ ഇവിടെ വരികയാണ്. തായോരും ചൊന്നേ ഷേഖീദോരെ പേരാലേ തൊട്ടിയും കുട്ടിയും പൊന്നാലെ നേർന്നാലേ. ആ കുട്ടിയുടെ ഉമ്മയി മക്കാമിൽ വന്നുകൊണ്ട് പറയാണ്, എന്താ നേർച്ചയാക്കുന്നത്? തൊട്ടിയും കുട്ടിയും. ഒരു തൊട്ടിലി, ആ തൊട്ടിലിയുടെ രൂപവും കുട്ടിയുടെ രൂപവും പൊന്നാലും നേർന്നാലേ, സ്വർണം കൊണ്ടുള്ള തൊട്ടിയും കുട്ടിയും നേർച്ചയാക്കുകയാ. അങ്ങനെയുണ്ട് ചില സ്ഥലത്ത്. കോഴിക്കോട് അപ്പവാണിഭ നേർച്ച നടക്കാറുണ്ട്. അവിടേക്ക് അപ്പങ്ങളാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ പല സ്ഥലത്തും പല സാധനങ്ങളാണ് നേർച്ചയാക്കാറുള്ളത്. ഇവിടെ തൊട്ടിയും കുട്ടിയുമാണ്, സ്വർണം കൊണ്ടുള്ള തൊട്ടിയും കുട്ടിയും നേർച്ചയാക്കുകയാണ്. അങ്ങനെ നേർച്ചയാക്കിയപ്പോൾ ആയോരിൽ ബന്നുള്ളേ ദീനങ്ങൾ അപ്പോളെ ആകെയിൽ മാറ്റി സുഖമാക്കി വിട്ടോവ. ഇവിടെയുള്ള
ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ അസുഖം മാറുകയാ. ഇതിനുശേഷം പറയുന്നുണ്ട്, ജയിലിൽ പെട്ട ആളുകൾക്ക്, എന്തെങ്കിലും കേസിൽ കുടുങ്ങിയ ആളുകൾക്ക് ഈ മക്കാമിൽ വന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതാണ്, അവർ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതാണെന്ന്. അങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ധാരാളം ചരിത്രങ്ങൾ ഈ മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മരവൊന്നിൽ തേങ്ങാക്കൂലക്കാത്തെ നേരത്തിൽ മുഷിന്തിയുടെ നേർച്ചാക്കി തേങ്ങയും ഈയോരിൽ ഉരത്ത് ഒരു കൊല്ലം കഷിയുന്ന മുമ്പേ അതിൻ മോളിലെ തേങ്ങാക്കൂ ലപ്പിച്ചും വിട്ടോവ. തെങ്ങിൽ തേങ്ങ കായ്ക്കാതെ വന്നപ്പോൾ, തെങ്ങിൽ തേങ്ങയില്ലാതെ വന്നപ്പോൾ ഇവിടേക്ക് നേർച്ചയാക്കുകയും ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ അതിൽ നല്ല തേങ്ങ ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇതിൽ ഈ മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. മുഹീദ്ദീൻ മാലയിൽ നമുക്ക് കാണാം, കനയില്ല കാലം കാനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തെ മൽ കായ നിറച്ചോവർ. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തുമേൽ കായ നിറച്ചോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് മുഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്. എന്നതുപോലെ ഇവിടെയുള്ള ശുഹദാക്കളുടെ കറാമത്ത് പറയുകയാണ്. തേങ്ങയില്ലാത്ത തെങ്ങിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ നേർച്ചയാക്കിയപ്പോൾ ധാരാളം തേങ്ങ കൊടുത്തു, തേങ്ങയുണ്ടായി. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഈ മാലപ്പാട്ടിൽ ഇത് എഴുതിയ അഹമ്മദ് മുസ്ലിയാർ പറയാണ്, നിങ്ങൾ ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ, ഈ കറമേലുള്ള ഈ ഷഹീദൈനി മക്കാമിൽ വന്നുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ, തേടിയാലും തടിയാലും മറ്റും പഹാലെത്തും നേരത്ത് തിരിത്തോരെ കൊണ്ടാരും റബ്ബോനിൽ ചോദിത്ത് തടവില്ല കേട്ടോനിൽ ചെയ്യും ഇജാബത്ത് തിട്ടം മൂരത്തോന്റെ പൊന്നും പോലെന്നോവ. വലിയ ബലാഉം മുസീബത്തും നമുക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ എത്തിയ ആളുകൾ ഈ മക്കാമിൽ വന്നുകൊണ്ട് ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. എങ്ങനെ ചോദിക്കണം പറയാണ്, തടവില്ല കേട്ടോനിൽ ചെയ്യും ഇജാബത്ത് തിട്ടം മൂരത്തോന്റെ പൊന്നും പോലെന്നോവ. അവൻ എത്രത്തോളം ആത്മാർത്ഥമായാണോ ചോദിക്കുന്നത്, എത്രത്തോളം മനസ്സറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നത്, അതിനനുസരിച്ച് ഇവിടെ ഇജാബത്ത് കിട്ടുന്നതാണെന്ന് മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്റെ ബദർ കിസ്സപ്പാട്ടിൽ ഒരു പാട്ട് തന്നെ ബദരീങ്ങൾ ശ്രേഷ്ഠതയാ പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സീറത്തുൽ ഹലബിയിലെ ഉള്ളുറപ്പിലൊരു കോനിൽ ഹക്കിഹിം ദുആ തേടുകിൽ വിരുത്തൽ ഏത് പശുത്തിലാകിലും കിട്ടുമോ തീരമാജിലായി വീട്ടറാക്കിമയൻ കൊതിബത് റിങ്ങളെ വളർഹത്തിനായി റിങ്ങളെ വളർഹത്തിനാൽ. ആരെങ്കിലും ബദരീങ്ങളോട് ചോദിച്ചാൽ ഉരത്ത് ബിന് ബുർഹാന കണ്ടവർ സീറത്തുൽ ഹലബിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ബുർഹാൻ തങ്ങൾ പറയുന്നുണ്ട്, ഉള്ളുറപ്പിൽ ഒരുത്തൽ കോനിൽ ബിഹഖിഹിം ദുആ തേടുകിൽ. മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ബദരീങ്ങളോട് ചോദിച്ചാൽ, മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ബദരീങ്ങൾ തവസ്സുലാക്കി ദുആ ചെയ്താൽ, ഉള്ളുറപ്പിൽ ഒരുത്തൽ കോനിൽ ബിഹഖിഹിം ദുആ തേടുകിൽ ബിരുത്തലേത് പശുത്തിലാകിലും കിട്ടുമുത്തിരമാജിലായി. ആ ചോദിക്കുന്നത് ഏത് സ്ഥലത്താണെങ്കിലും ഉടനെ തന്നെ ഉത്തരം കിട്ടും. അതിനെന്ത് വേണം? മനസ്സറിഞ്ഞു ചോദിക്കണം.
മനസ്സറിഞ്ഞു ചോദിക്കണം. അത് തന്നെയാണ് ഇവിടെ മാലപ്പാട്ടിൽ പറയുന്നത്. തടവില്ല കേട്ടോനി ചെയ്യും ഇജാബത്ത്, തിട്ടം ഊരത്തോന്റെ വന്നം പോലെന്നോവർ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ധാരാളം ചരിത്രങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രസവ സമയത്തുണ്ടായ ഒരു സംഭവം പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രസവത്തിന്റെ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടായൊരു സംഭവം ഈ മാലപ്പാട്ടിൽ അഹ്മദ് മുസ്ലിയാർ പറയാം. ഇവ ഫോൽ സർക്കാരിന് ഭവിത്തുള്ള പുന്നോളിൽ മികവായെ പേറ്റാലെ വരുത്തത്തിൽ ഈ മാല നേർച്ചാക്കിയെന്നാലെ ഇവ രണ്ടിൻ ഹക്കാലും മന്നവനിൽ കേട്ടാലെ അന്നൊളെളുപ്പായും പെറ്റും ഹക്കിൽ ഇയോരേ. ഒരു പെണ്ണിനെ പേറ്റ് നൊമ്പലം പ്രസവവേദന വരികയാണ്. ആ സമയത്ത് ഈ മാല പാടാൻ അവർ നേർച്ചയാക്കുകയും അതിന്റെ പ്രതിഫലം കൊണ്ട്, അതിന്റെ ഹക്ക് കൊണ്ട്, ഈ ശുഹദാക്കളുടെ ഹക്ക് കൊണ്ട് അവൾക്ക് സുഖപ്രസവം ഉണ്ടാവുകയും ചെയ്തു എന്ന് ഈ മാലപ്പാട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം. പ്രസവ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ശുഹദാക്കളെ പേരിലുള്ള മാലപ്പാട്ട്. നമ്മളെല്ലാവരും അത് പതിവായി പാരായണം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, മലപ്പുറം ജില്ലയിലും അതുപോലെ കേരളത്തിലും മറ്റു നാടുകളിലൊക്കെ പ്രസവ സമയത്ത് പാടാറുള്ളത് നഫീസത്ത് മാലയാണ്. ആ നഫീസത്ത് മാല എഴുതിയെന്തിനാ? അസുഖം മാറാൻ വേണ്ടിയിട്ട്. എന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, നാലകത്ത് കുഞ്ഞുമൈദീൻകുട്ടി മുസ്ലിയാർ, നാലകത്ത് പൊന്നാനിക്കാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൻ അബൂബക്കറിന് പനി വന്നു. ആ പനി മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ നഫീസത്ത് മാല നേർച്ചയാക്കി എഴുതുന്നത്. തരുളറിന്റെ മേൽ ഈ മാലയെ ഞാനൂത്തേ സബബനൈ മകൻ അബൂബക്കറിനിൽ പാനീത്തേ ആരിതം പിൻവായി മുട്ടും നീരതും തൂടീത്തേ അന്തരോഗം ഒക്കെയും ഈ ബീവിയാൽ ശമീത്തേ. നഫീസ്തുമാലയുടെ അവസാനം പറയുന്നുണ്ട്, എന്റെ മകൻ അബൂബക്കറിന് പനി വന്നു. മാത്രമല്ല അവൻ പനി കൂടിയിട്ട് ശരീരത്തിൽ നീര് വന്നു വീർത്തു. ആ ഡോക്ടറെ കാണിച്ചു, രോഗം മാറിയില്ല. ഞാൻ നഫീസ ബീവിയുടെ പേരിൽ നഫീസത്തുമാല എഴുതാൻ നേർച്ചയാക്കി. അത് കാരണം ഈ ബീവിയാലെ എന്റെ മകന്റെ അസുഖം സുഖമായി. ആലോചിച്ച് നോക്കണം, ഒരു പാട്ട് എഴുതിയത് കൊണ്ട്, ഒരു മാലപ്പാട്ട് എഴുതിയത് കൊണ്ട് അസുഖം സുഖമാവാൻ വേണ്ടി അവർ മാപ്പിളപ്പാട്ടുകളും മാലപ്പാട്ടും എഴുതിയിരുന്നു. മലപ്പുറം ജില്ലയിലെ തലക്കടത്തൂർ ഒരു ബീവുമാറിന ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ പഴയ കാലത്ത് നല്ല പാട്ടുകാരിയായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാവുമ്പോ പെണ്ണിന്റെ ഭാഗത്തുനിന്നും അതുപോലെ പുതിയാപ്പിളന്റെ ഭാഗത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് മത്സരിച്ച് പാട്ടുപാടും. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാട്ടുപാടും. അങ്ങനെ പാട്ട് പാടാൻ പോയിരുന്ന ഉണ്ടാക്കി നിമിഷ നേരം കൊണ്ട് പാട്ടെഴുതി പാടിയിരുന്ന ഉമ്മയായിരുന്നു ബീവുമ്മ. ആ ബീവുമ്മ പ്രസവത്തിന്റെ സമയം വന്നപ്പോൾ ബീവുമ്മാന്റെ അടുത്ത് പല ആളുകളും വന്നു. അവരുടെ സഹോദരിമാർ വന്നുകൊണ്ട് പലതും ഖുർആന്റെ വാക്യങ്ങളൊക്കെ ഓതാൻ തുടങ്ങി, പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി, മന്ത്രിച്ചൂതാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രസവത്തിന്റെ പേറ്റ് നൊമ്പലം വന്നപ്പോൾ, പ്രസവത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ബീവമ്മ ഒരു പാട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ബീവമ്മയുടെ അനുഭവം. നൊമ്പല സമയത്ത് ആ ബീവമ്മയുടെ ഭർത്താവ് വന്നുകൊണ്ട് നഫീസത്ത് മാല പാടിയപ്പോഴേക്ക് ഞാൻ പ്രസവിച്ചു പോയി എന്ന് ബീവമ്മ എഴുതുന്നുണ്ട്. നൊമ്പല നേരത്ത് വൻപാല പേടിച്ച് അന്തിച്ചിരിപ്പാലേ കോലം വമ്പാലെ വന്നിട്ട് വമ്പ് പറഞ്ഞിട്ട് മാരനിരിപ്പാലേ ഒത്തുംബൈത്തും പലറുക്ക് മന്ദിരങ്ങൾ എല്ലാരും ചെയ്താനെ മൂപ്പര് ബീവിനെ ഫീസത്ത് മാല ചൊല്ലിത്തീർക്കും മുമ്പേ ഞാൻ പെറ്റാനേ. പല
ഓത്തും വൈത്തും മന്ത്രങ്ങളൊക്കെ നടത്തി, പക്ഷേ എനിക്ക് സുഖമായില്ല, പ്രസവം നടന്നില്ല. എന്റെ ഭർത്താവ് വന്ന് ബീവി നഫീസത്ത് മാല ചൊല്ലി തീർക്കും മുമ്പേ ഞാൻ പെറ്റാനെ എന്ന് ബീവം എഴുതി വെച്ചിട്ടുണ്ട്. നഫീസത്ത് മാല പാടിയപ്പോഴേക്ക് എനിക്ക് സുഖപ്രസവം ഉണ്ടായി. ഈ നാട്ടിലുള്ള സ്ത്രീകൾ നഫീസത്ത് മാലയും ഇവിടെയുള്ള ഷഹീദൈനി മാലയും പ്രസവ സമയത്ത് ചെല്ലണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. വലിയ സലാമത്ത് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഇത് പൂർണ്ണമായും പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന്റെ അവസാനത്തിൽ ഒരു ഇരവ് എഴുതിയിട്ടുണ്ട് ഈ മാപ്പിളക്കവിയായ അഹ്മദ് മുസ്ലിയാർ. ഇത് എഴുതിയ വർഷവും അദ്ദേഹത്തിന്റെ പേരും ധാരാളം പ്രാർത്ഥനയും ഒക്കെ ഇതില് അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ഇരവ് എഴുതിയിട്ടുണ്ട്. അതിന് 2 ഭാഗവും വരി കൂടി പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നാൾ ദുനിയാവിൽ നിൽക്കുമ്പോൾ ജീവോടെ ഇമ്പർ ഷേഖിദൈനി കാവലിലെ ഗല്ല ഒന്നും ഓജിനത്തിൽ ചുരുക്കം വരുത്താതെ ഉറ്റം ഷേഖിദൈനി കാവലിലെ ഗല്ല നന്നയിൽ കിളിയും മാനങ്ങൾ പോകാതെ നല്ലവർ ഷേഖിദൈനി കാവലിലെ ഗല്ല എന്നാളും പാപത്തും ദീനങ്ങളെ ഏശാതെ ബമ്പർ എമ്പും ഷേഹിദൈനി കാവലിലെ ഗല്ലാ. ഇങ്ങനെ മനോഹരമായ ഒരു ഇരവും കൂടെ ചേർത്തിട്ടാണ് ഈ മാലപ്പാട്ടിനെ കവി അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെയുള്ള 2 ശുഹദാക്കളുടെ നസ്റും നവറും മദദൊക്കെ നമുക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇത്രയും സമയം ഇരുന്നതും കേട്ടതും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ പ്രതിഫലം ഈ സമയമൊക്കെ നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന, ആഖിറത്തിൽ സാക്ഷി നിൽക്കുന്ന സമയമായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ദുആ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല പൂർണ്ണമായും സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.